വരുന്ന ഒരു വലിയ ഉണർവിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ദ കമ്മിങ് ഗ്രേറ്റ് റിവൈവൽ, ഒരു വലിയ ഉണർവ് വരാൻ പോകുകയാണ് എന്ന് ദൈവദാസന്മാരൊക്കെയും വിശ്വസിക്കുന്നു. മാത്രമല്ല, ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നവർ, ദൈവസഭകളിൽ പ്രാർത്ഥിക്കുന്ന അനേകർ ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി വരുവാൻ സാധിക്കുന്നില്ലെങ്കിലും വ്യത്യസ്ത മാധ്യമങ്ങളിൽ കൂടെ, വ്യത്യസ്ത പ്ലാറ്റ്ഫോംസിൽ ഒരുമിച്ച് കൂടി വരികയും അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അന്യഭാഷകളിൽ ജാഗരിക്കുവാൻ, ഒരളവിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എങ്കിലും കൂട്ടായ്മകൾ ആചരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ടെക്നോളജിക്കായി, പ്ലാറ്റ്ഫോംസിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ തങ്ങളെ തന്നെ താഴ്ത്തി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് ദൈവപാദപീഠത്തിലായിരിക്കുന്ന അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. കഴിഞ്ഞകാല ചരിത്രത്തിൽ പലയിടത്തും ഇങ്ങനെ ഉണ്ടായിട്ടുള്ള അവസ്ഥകളിൽ ആൾക്കാർ അവരവരെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം അവരെ തന്നെ താഴ്ത്തി അവരുടെ ദുർമാർഗങ്ങളെ വിട്ടൊഴിഞ്ഞ് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ദേശത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും, ദേശത്തിന് സൗഖ്യം തരും എന്നുള്ള വചനം പോലെ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ അനേകരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി എന്നതുപോലെ ദേശത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിലും അതിനേക്കാൾ ഉപരി ഞാൻ മറ്റൊരു കാര്യം വിശ്വസിക്കുന്നു. വലിയൊരു ഉണർവിനായി ദൈവം ദൈവദാസന്മാരെയും ദൈവമക്കളെയും സഭയെയും അല്ല ദേശങ്ങളെ, രാജ്യങ്ങളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന അനേക ദൈവദാസന്മാരോട് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവാത്മാവ് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രകാശിപ്പിച്ചിരിക്കുന്ന ശക്തമായിട്ടുള്ള ആലോചന ഇതാണ്: ഇത് സീസൺ കഴിയുമ്പോൾ, ചില നാളുകൾ കഴിയുമ്പോൾ വലിയ ഒരു ദൈവിക പ്രവൃത്തി വീണ്ടും ആരംഭിക്കും. ആ വലിയ ദൈവപ്രവൃത്തിയിൽ പങ്കാളികളാകുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുവാൻ, നമ്മൾ അകത്തേക്ക് കൃപ പകരുവാൻ, ദൈവം നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ തന്നെ ഒരുക്കുവാനായിട്ടാണ് ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദ കമ്മിങ് ഗ്രേറ്റ് റിവൈവൽ, വരുവാനുള്ള ഒരു വലിയ ഉണർവ്. ഈ ഉണർവിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഞാൻ ആദ്യമേ ചില ആശയങ്ങൾ പറഞ്ഞ് ആരംഭിക്കട്ടെ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അന്ത്യകാലത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ദ ലാസ്റ്റ് ഡേയ്സ്, അന്ത്യകാലം എന്നുള്ള വാക്ക് ബൈബിളിൽ വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ദ ലാസ്റ്റ് ഡേയ്സ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം വായിച്ച് ആരംഭിക്കട്ടെ. ഹീബ്രൂസ് ചാപ്റ്റർ നമ്പർ 1 and verse number 2. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അന്ത്യകാലത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. അന്ത്യകാലം എന്നുള്ളത് 2000 ആണ്ടുകളിൽ തുടങ്ങിയതല്ല. 2000 ആണ്ടുകൾക്ക് മുൻപേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട ആ സമയങ്ങളിൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപേ ഉള്ള കാലഘട്ടത്തെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ അന്ത്യകാലങ്ങളിൽ തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. പുത്രനിൽ കൂടെ സംസാരിക്കുവാൻ, അന്ത്യകാലത്തിൻ്റെ ആരംഭം കുറിക്കുവാൻ ദൈവത്തിന് തിരുഹിതമായി. എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആ അന്ത്യകാലത്തിൻ്റെ ആ സംഭവങ്ങളെക്കുറിച്ച്, കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ യോവേൽ പ്രവാചകനെ ഉദ്ധരിച്ച് അന്ത്യകാലത്തെക്കുറിച്ച് വായിക്കുന്നത് കാണുവാൻ സാധിക്കും. വായിച്ചാട്ടെ. ആക്ട്സ് ചാപ്റ്റർ നമ്പർ 2 and verse number 17. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചന ഭാഗങ്ങൾ ഉദ്ധരിച്ച് പറയുകയാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് വാക്ക് പറഞ്ഞതുപോലെ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ സംഭവിച്ച സംഭവത്തിൽ തന്നെ അന്ത്യകാലത്തിൻ്റെ ആരംഭങ്ങൾ കുറിച്ചു കഴിഞ്ഞു എന്ന് അപ്പോസ്തലനായ പത്രോസിൽ കൂടെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സോ അന്ത്യകാലം എന്നുള്ളത് ഇറ്റ്സ് എ ലോങ് ടേം. ഞാനിത് പറയുവാൻ കാര്യം, അന്ത്യകാലം എന്നുള്ള ആശയം മനസ്സിലാകാത്ത ആരെങ്കിലും ഏതെങ്കിലും ചാനലിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്, ഇറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ടൈം. സമയത്തിൻ്റെ അവസാനമോ ലോകാവസാനമോ അല്ല, പകരം അന്ത്യകാലം എന്നുള്ളത് ഇറ്റ്സ് എ ലോങ് പീരിയഡ് ഓഫ് ടൈം, ഒരു ദീർഘകാലഘട്ടത്തെ ചിത്രീകരിക്കുന്ന വാക്കാണ് എന്നോർപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ
പൈശാചിക ശക്തികളുടെയും പ്രവൃത്തികളെക്കുറിച്ച് സഭയ്ക്കകത്തും ദൈവജനത്തിൻ്റെ ഇടയിൽ വരെ വരുവാൻ നിൽക്കുന്ന പരിശ്രമിക്കുന്ന പൈശാചിക ശക്തികളുടെ പ്രവർത്തന ശൈലികളെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാനതിൽ ഒരു വാക്യം മാത്രം വായിക്കാൻ പോകുക എങ്കിലും നമ്മളെ തന്നെ വളരെ ശോധന ചെയ്യണം. കാര്യം അന്ത്യകാലത്തിലേക്ക് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ രണ്ട് തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ എന്നുള്ള അളവിൽ പോളറൈസേഷൻ. ഒരു കൂട്ടം ആൾക്കാർ അധികം ദൈവപ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ മറ്റൊരു കൂട്ടം ആൾക്കാർ അധികം ദൈവത്തിൽ നിന്ന് അകലുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും അകന്നു മാറുവാൻ പൈശാചിക ശക്തികൾ അവരിൽ പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കും. നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുവാൻ ഞാൻ പറയുന്ന വാക്കുകൾ, ഈ വാക്യങ്ങൾ നിങ്ങളുടെ സമയത്ത് വായിക്കണം. ഞാൻ ഒരു വാക്യം മാത്രമേ വായിക്കുകയുള്ളൂ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങൾ ഈ അന്ത്യകാലത്ത് വരുന്നതിനെക്കുറിച്ച് കാണുവാൻ സാധിക്കും. നമ്മൾ ആ ലിസ്റ്റിൽ വളരെ വ്യക്തമായി ശോധന ചെയ്യുവാൻ വായിക്കണം. കാര്യം നമ്മളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളില്ല എന്ന് പ്രശംസിക്കുന്ന നമ്മൾ, ആത്മാവിൻ്റെ ഫലമാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളില്ല എന്ന് പറയുന്ന നമ്മൾ, അന്ത്യകാലത്ത് പൈശാചിക ശക്തികൾ സഭയ്ക്കകത്തു വരെ വിത്തുവിതറുവാൻ പാകുവാൻ നിൽക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ കണ്ടുണരുവാൻ ഒരു വാക്യം മാത്രം ഞാൻ ഇപ്പോൾ വായിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം മാത്രം വായിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അവരവരുടെ സമയങ്ങളിൽ വായിച്ചാലും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മാത്രമല്ല, ആ ദുർഘട സമയങ്ങളിൽ ഉണ്ടാകുവാൻ പോകുന്ന സ്വഭാവ ഗുണങ്ങൾ, വ്യക്തികളിലേക്ക് പാകുന്ന പൈശാചിക സ്വഭാവ ഗുണങ്ങളും അതിൻ്റെ പ്രവണതകളെക്കുറിച്ചും ഈ 8-ാം വാക്യം വരെ കാണുന്നു. എന്ന് അത് എടുത്ത് വിവരിക്കുവാൻ എൻ്റെ തീം അതല്ല, അതുകൊണ്ട് അങ്ങോട്ട് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ക്വാളിറ്റീസ്, സ്വഭാവ ഗുണങ്ങൾ, ശത്രുവിൻ്റെതായ സ്വഭാവ ഗുണങ്ങൾ, അന്ത്യകാലത്ത് വരുന്ന ദുർഘട സമയങ്ങളിൽ വരുന്ന പൈശാചിക പ്രവണതകളാൽ വരുന്ന ഈ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ പിതാവ് അന്ത്യകാലത്തിൽ സംസാരിച്ചാരംഭിച്ചു. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ആത്മാവിനെ പകരും എന്ന് വാഗ്ദത്തമുള്ളതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുടെ ആരംഭങ്ങൾ കാണുവാനിടയായി തീർന്നു. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പൈശാചിക പോരുകൾ, അവൻ്റെ തന്ത്രങ്ങൾ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒടുവിൽ ഒരു വാഗ്ദത്തവും ഈ കാലഘട്ടത്തിൽ നമ്മൾക്കുണ്ട്. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവജനം, സഭകൾ, വിശുദ്ധന്മാർ, നമ്മൾ സഭയായി ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ട വാഗ്ദത്തത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ പർവ്വതം ഉയർന്നിരിക്കും, ദൈവത്തിൻ്റെ ഭവനം ഉയർന്നിരിക്കും. ദൈവദാസന്മാർ അവർക്ക് ഉയരുവാൻ ഒരവസരം ദൈവത്തിൻ്റെ വചനം നൽകുന്നു. അതിലേക്കും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അന്ത്യകാലം എന്നുള്ള ആ ലോങ് സീസൺ, ഏകദേശം 2000 ആണ്ടിലധികമായി നീണ്ടു നിൽക്കുന്ന ഈ പീരീഡ് ഓഫ് ടൈം, ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ ഒടുവിലേക്ക് വരികയാണ് എന്നും മറക്കില്ലെങ്കിലും അന്ത്യകാലം, ലാസ്റ്റ് ഡേയ്സ്, അന്ത്യകാലം എന്നുള്ളൊരു കാലഘട്ടത്തെക്കുറിച്ച് മാത്രമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ ആ ആശയം പറഞ്ഞതിന് ശേഷം അല്പം കൂടെ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. അന്ത്യകാലമുണ്ട് എങ്കിലും ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും പറയുന്നു. വായിക്കാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 13-ാം വാക്യം. ഇവിടെ ദി എൻഡ് ഓഫ് ദ ഡേയ്സ് കാണുവാൻ സാധിക്കും. ഡാനിയേൽ ചാപ്റ്റർ നമ്പർ 12 and verse number 13. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അവസാനമെന്നും കാലാവസാനമെന്നും 2 വാക്കുകൾ ഇവിടെ കാണുവാൻ സാധിക്കും. ദി എൻഡ് ആൻഡ് ദി എൻഡ് ഓഫ് ഡേയ്സ്. അന്ത്യകാലമല്ല, ദി എൻഡ് ഓഫ് ഡേയ്സ്. അങ്ങനെ ഒരു കാലവുമുണ്ട്, അതും വരും എന്ന് അനേക വചനഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും. എങ്കിലും അന്ത്യകാലത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ സീസന്റെ തിരശ്ശീല വീഴുവാൻ സമയമാകുന്നു എന്ന് മറക്കരുത്. അധികം കഴിയുന്നതിന് മുൻപേ ഈ സീസൺ കർട്ടനിടും, ഈ സീസൺ മാറും,
ഈ അന്ത്യകാലം എന്നുള്ള ഈ സീസൺ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു സീസണെ കുറിച്ചും ബൈബിൾ പഠിപ്പിക്കുന്നു. എങ്കിലും ഈ അന്ത്യകാലത്തിൻ്റെ സീസൺ കഴിയുന്നതിന് മുൻപേ വരുവാനുള്ളൊരു പ്രധാനപ്പെട്ട സംഭവം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും പ്രാവചനിക ശബ്ദത്തിലും ലോകസംഭവങ്ങളുടെ വെളിച്ചത്തിലും പറയട്ടെ, ഈ അന്ത്യകാലം കഴിയുന്നതിന് മുൻപേ, ഈ സഭ ഇവിടെ നിന്നും എടുക്കപ്പെടുന്നതിന് മുൻപേ, അന്ത്യകാലം കഴിയുന്നതിന് മുൻപേ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവ് ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുകയാണ്. ഒരു ഗ്രേറ്റ് റിവൈവൽ, ദ കമ്മിങ് ഗ്രേറ്റ് റിവൈവൽ ഈ ഭൂമിയിൽ നടക്കും എന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും ആധാരമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് കടക്കാൻ അധികം സമയം എടുക്കുവാൻ, ഇല്ലെങ്കിൽ അത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുവാൻ, അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അത് മനസ്സിലാക്കുന്നതിന് മുൻപേ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് അന്ത്യകാലത്തിൽ നടക്കേണ്ട വലിയ ഉണർവിനെ കുറിച്ചും പറയുവാൻ ആഗ്രഹിക്കുന്നു. സോ ജസ്റ്റ് ബിഗിൻ. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം. മാത്യു ചാപ്റ്റർ നമ്പർ 28 and verse number 19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. താങ്ക് യു. 2 വാക്കുകൾ ഈ വചനഭാഗത്തിൽ നിന്നും ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സകല ജാതികളിൽ നിന്നും. സകല ജാതികളിൽ നിന്നും. ഈ ജാതികൾ എന്നുള്ള വാക്കിന് വളരെ ശക്തമായ പ്രശസ്തിയുണ്ട്. കാര്യം, സകല ജാതികളിൽ നിന്നും. നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വാക്ക് ചിന്തിക്കും. സകല ഭാഷകളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും, സകല ഗോത്രങ്ങളിൽ നിന്നും, സകല ജാതികളുടെ ഇടയിൽ നിന്നും ഒരു വലിയ കൂട്ടം ആൾക്കാരെ സഭയിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ സകല ജാതികളിൽ നിന്നും ആൾക്കാരെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ വേദപുസ്തകം ലോകത്തിലുള്ള മിക്കവാറും 6000 ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യുവാൻ പരിശ്രമിക്കുന്നു. 6000 ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ആ ഭാഷ പഠിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കി, ഏകദേശം 100 ഗേറ്റ് വേ ലാംഗ്വേജസ് എന്ന് പറയുന്ന ഭാഷകളുണ്ട്. എന്ന് പറഞ്ഞാൽ ആ 100 ഭാഷകളിലേക്ക് ബൈബിൾ തർജ്ജിമ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഡയലക്ട്സ്, മറ്റ് ഭാഷകളിലേക്ക് ബൈബിൾ എത്തിക്കുവാൻ സാധിക്കും. അങ്ങനെ ലോകത്തിൽ 6000-ഓളമുള്ള ഭാഷകൾ, ലാംഗ്വേജസ് ആൻഡ് ഡയലക്ട്സ്, ആ ഭാഷകളിലേക്ക് ദൈവവചനം എത്തിക്കുവാൻ, അവരുടെ ഇടയിൽ ബൈബിൾ എത്തിക്കുവാൻ 100 ഭാഷകളിലേക്ക് വളരെ സ്ട്രാറ്റജിക്കായി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കാര്യം, ഒരു വചനം വളരെ ശക്തമായിട്ട് കിടക്കുന്നു. സകല ജാതികളിൽ നിന്നും കർത്താവിൻ്റെ സഭയിൽ ആൾക്കാരുണ്ടായിരിക്കും. ഒരു വ്യക്തിയായിരിക്കും, ഒരു ചെറിയ കൂട്ടമായിരിക്കും. എല്ലാ ജാതികളും അംഗീകരിക്കും എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. എല്ലാ ജാതികൾ അംഗീകരിക്കണം എന്നാരും പ്രതീക്ഷിക്കുന്നുമില്ല. എങ്കിലും സകല ജാതികളിൽ നിന്നും, ജാതികളുടെ എണ്ണം തികയുവാനും ജാതികളുടെ സമയം തികയുന്നതിന് മുൻപേ ജാതികളിൽ നിന്നും അവരുടെ എണ്ണം തികയുവോളം ആൾക്കാർ സഭയ്ക്കകത്തേക്ക് കടക്കുവാൻ, സകല ജാതികളിലേക്കും സുവിശേഷം എത്തിക്കുവാൻ ദൈവവചനത്തിൻ്റെ തർജ്ജിമകൾ നടക്കുന്നതും നമ്മൾ അറിയാത്തവരല്ല. അങ്ങനെ ലോകരാജ്യങ്ങളിലുള്ള സകല ഭാഷക്കാരുടെ ഇടയിലേക്കും, സകല വംശക്കാരുടെ ഇടയിലേക്കും, സകല ജാതികളുടെ ഇടയിലേക്കും, സകല ഭാഷക്കാരുടെ ഇടയിലേക്കും ദൈവത്തിൻ്റെ വചനം എത്തുന്നു. കാര്യമെന്ത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ സഭയെ പണിതെടുക്കുവാൻ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ലോകരാജ്യങ്ങളിലേക്ക്, വ്യത്യസ്ത ഭാഷകളിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ആൾക്കാരെ സഭയിലേക്ക് കയറ്റുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇന്ന് ലോകത്തിൽ വളരെ വ്യക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സകല ജാതികളിൽ നിന്നും ഒരു വ്യക്തിയായിരിക്കും, ഒരു കുടുംബമായിരിക്കും, ഒരു ചെറിയ കൂട്ടമായിരിക്കും, ലോകത്തിലുള്ള സകല ഭാഷകളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും സഭയ്ക്കകത്തേക്ക് ആൾക്കാർ വന്നിരിക്കും. എങ്കിലും ഈ സഭയുടെ പ്രത്യേകത വളരെ വ്യക്തമായി പറയുന്നു. ഈ സഭയുടെ പ്രത്യേകത, ഈ സഭയ്ക്കകത്ത് ശിഷ്യന്മാരായിരിക്കും. ദാറ്റ് ഈസ് ദ കീ. ശിഷ്യന്മാരായിരിക്കും. ഇന്ന് സഭയ്ക്കകത്ത് വരുന്നതെല്ലാം ശിഷ്യന്മാരാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. അല്ല, സഭയ്ക്കകത്ത് വരുന്നതെല്ലാം ശിഷ്യന്മാരല്ല. ശിഷ്യത്വം പ്രാപിക്കുവാൻ വരുന്നവരുണ്ട്, ശിഷ്യരായി കഴിഞ്ഞവരുണ്ട്, ശിഷ്യരാകുവാൻ പരിശ്രമിക്കുന്നവരുണ്ട്, വ്യത്യസ്ത അളവുകളിൽ ശിഷ്യത്വത്തിലേക്ക് നയിക്കപ്പെടുന്നവരുണ്ടെങ്കിലും ബൈബിളിൽ പറയുന്ന വ്യക്തമായി ഓർപ്പിക്കട്ടെ, സകല ജാതികളിൽ നിന്നും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ശിഷ്യരാകുക. അങ്ങനെ ഈ വലിയ കാലഘട്ടം,
അന്ത്യകാലം എന്ന ഈ കാലഘട്ടം കഴിയുന്നതിന് മുൻപേ ഒരു വലിയ ഉണർവുണ്ടായിരിക്കും. സകല ഭാഷകളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും, സകല ഗോത്രങ്ങളിൽ നിന്നും, സകല ജാതികളിൽ നിന്നും സഭയ്ക്കകത്തേക്ക് ഒരു കൂട്ടം ആൾക്കാർ ശിഷ്യന്മാരായി വന്നിരിക്കും. സകല ജാതികളിൽ നിന്നും ശിഷ്യന്മാരായി വന്നിരിക്കും. അങ്ങനെ ആ വലിയ ഉണർവ്, അതിനെക്കുറിച്ച് ഒടുവിൽ ശക്തമായി അതിനെക്കുറിച്ച് തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. വളരെ വളരെ ഡ്രമാറ്റിക്കായി ഇന്ന് ലോക സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും ആ ഉണർവ് അതിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ മേഘാരൂഢനായി കർത്താവ് വീണ്ടും നമ്മളെ ചേർത്തുകൊള്ളുവാൻ മടങ്ങി വരും. ആ റാപ്ചർ, ഉൾപ്രാവണം എന്നുള്ള വാക്ക് ബൈബിളിൽ കാണുവാനില്ല എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനത്തിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരാശയമാണ്. ദൈവം കർത്താവായ യേശു തൻ്റെ സഭയെ ചേർക്കുവാൻ മേഘാരൂഢനായി മടങ്ങി വരും. മത്തായി സുവിശേഷം 23 24 അധ്യായങ്ങൾ അതിന് ആധാരമായി പല ആശയങ്ങൾ കാണുവാൻ സാധിക്കും. മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ, ഓഫ് കോഴ്സ് ചില അധ്യായങ്ങൾക്ക് മുൻപേ കർത്താവായ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇരുന്ന സഭ എന്ന മർമ്മത്തെ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുവാൻ, ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചുവെങ്കിലും ഈ ശിഷ്യന്മാർക്ക് ഇപ്പോഴും ആക്ച്വലി അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായം ആകുന്നിടം വരെ സഭ എന്ന ആശയം, ആ കൺസെപ്റ്റ് അവരുടെ അകത്തേക്ക് വന്നിട്ടില്ല. അവർ ഇപ്പോഴും ഇസ്രായേലിൻ്റെ രാജ്യത്തിൻ്റെ യഥാസ്ഥാപനത്തിനായി കാത്തിരിക്കുക. അവരുടെ ചോദ്യം, കർത്താവെ എപ്പോഴാണ് ഈ ആലയം ഇടിച്ചു പൊളിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ലോകത്തിൻ്റെ അവസാനം, ആ അന്ത്യകാലത്തിൻ്റെ അവസാനമല്ല, ലോകത്തിൻ്റെ അവസാനം, ദി എൻഡ് ഓഫ് ദ വേൾഡ്, ദി എൻഡ് ഓഫ് ടൈംസ്, ലോകത്തിൻ്റെ അവസാനം എപ്പോഴായിരിക്കും? അവിടെ ചോദ്യങ്ങൾ വളരെ സ്പഷ്ടമാണ്. വായിക്കാം, മത്തായി സുവിശേഷം 24 അധ്യായം അതിൻ്റെ 3 വാക്യം. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന്, അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ആലയത്തിൻ്റെ ആ തകർച്ചയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ആലയം, മനോഹരമായി ഇന്ന് കാണുന്ന ഈ ആലയം തകർന്നു മാറും എന്ന് പറഞ്ഞതിൻ്റെ ആ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണത്തെക്കുറിച്ചും, അത് AD 70 അത് നടന്ന ടൈറ്റസ് എന്ന ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ആ ആലയം തകർന്നു മാറി. എങ്കിലും അവരുടെ ചോദ്യത്തിൻ്റെ 2ാം ഭാഗം, അങ്ങയുടെ മടങ്ങി വരവിൻ്റെ സമയം എന്നായിരിക്കും? When will you come back as the king? രാജാവായി ഞങ്ങളുടെ രാജ്യം മടക്കി തരുവാൻ, ഇസ്രായേലിന്റെ യഥാസ്ഥാപനത്തിനായി എപ്പോഴായിരിക്കും മടങ്ങി വരുന്നത്? അവർക്ക് സഭ എന്നുള്ള ഒരു ആശയം അപ്പോഴും അവരുടെ അകത്തില്ല. കർത്താവായ യേശു അതിനെക്കുറിച്ച് മറുപടി പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള വാക്കുകൾ കാണുവാൻ സാധിക്കും. എവിടെ? 24 25 അധ്യായങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവും ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും കർത്താവ് പറയുന്ന വാക്കുകളാണ്. എല്ലാ കണ്ണും അവനെ കാണുന്നത് പോലെ ആ പരസ്യമായി വരുന്ന 2ാം വരവിൻ്റെ പരസ്യ വരവിനെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു. അതിൻ്റെ 24 അധ്യായത്തിൻ്റെ 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുക. ചോദ്യം എന്താണ്? ലോകത്തിൻ്റെ അവസാനവും കർത്താവെ അങ്ങയുടെ മടങ്ങി വരവിൻ്റെയും ലക്ഷണങ്ങൾ എന്തായിരിക്കും? വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമായി ആ 2ാം വരവിൻ്റെ ലക്ഷണങ്ങൾ യേശു കർത്താവ് പറയുന്നു. എങ്കിലും ലക്ഷണങ്ങൾ ഒന്നും പറയാതെ മറ്റൊരാശയം കർത്താവ് പിന്നെ പറഞ്ഞു. ഒരു ചെറിയ സീസൺ ഷിഫ്റ്റ് ആകുന്നതിൻ്റെ ഒരടയാളം മാത്രം പറഞ്ഞു തരാം. എങ്കിലും ഒരു അടയാളവും അതല്ലാതെ പറയാനില്ല. കാര്യം 24 അധ്യായം 1-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ 2ാം വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും അടയാളങ്ങൾ പറഞ്ഞതിന് ശേഷം 24-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യമാകുമ്പോഴത്തേക്കാണ് ഉൾപ്രാവണത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്. നിങ്ങൾ ചോദിക്കാത്ത ഒരു ചോദ്യത്തിൻ്റെ മറുപടിയും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചത് എൻ്റെ മടങ്ങി വരെ എപ്പോഴാണെന്നല്ലയോ? പറഞ്ഞു തരാം. 24-ാം അധ്യായം 27-ാം വാക്യം, ചാപ്റ്റർ നമ്പർ 24 വേഴ്സ് നമ്പർ 27. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും. യെസ്, മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചു. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാവരും കാണത്തക്കതുപോലെ മിന്നൽ പിണരുകൾ വീശുന്നത് പോലെ, ലൈക്ക് ലൈറ്റ്നിങ്സ്, മനുഷ്യപുത്രന്റെ മടങ്ങി വരവായിരിക്കും. അത് ലോകാവസാനത്തോട് ബന്ധപ്പെട്ടതായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ഉൾപ്രാവണത്തെക്കുറിച്ച് അറിയത്തില്ലല്ലോ.
പറഞ്ഞു തരാം. മറ്റൊരു വാക്യം കൂടെ വായിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാം. 24 അധ്യായത്തിന്റെ 31 വാക്യം. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 31. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇതും ലോകാവസാനത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു വാക്കാണ്. മനസ്സിലാക്കുവാൻ മത്തായി സുവിശേഷം 13 അധ്യായത്തിൽ കർത്താവായ യേശു ഇതേ സംഭവം പറയുന്നുണ്ട്. മത്തായി 13 നിങ്ങൾ അവരവരുടെ സമയങ്ങളിൽ വായിച്ചാലും, എങ്കിലും 49 വാക്യം മാത്രം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ 49 വാക്യത്തിൽ ലോകത്തിന്റെ 4 ദിക്കിൽ നിന്നും ചേർത്തുകൊള്ളപ്പെടുന്ന ഈ ഒരു ഭാഗത്തെക്കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ കാണുവാൻ സാധിക്കും. മാത്യു 13:49. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. ലോകാവസാനമാകുമ്പോൾ സംഭവിക്കേണ്ട സംഭവങ്ങളെക്കുറിച്ച്, മനുഷ്യപുത്രന്റെ മടങ്ങിവരവിനെ കുറിച്ച്, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവനെ കുത്തിയവർ അവങ്കിലേക്ക് നോക്കുന്നത് പോലെ പരസ്യമായി വരുന്ന ഒരു വരവിനെ കുറിച്ച് കർത്താവ് മത്തായി സുവിശേഷം 24 അധ്യായത്തിന്റെ 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ലഘുവായി പറയുന്നതായി കാണുവാൻ സാധിക്കും. വളരെ സുലഭമായി, വളരെ ബ്രീഫായി പറയുന്നതായി കാണുവാൻ സാധിക്കും. അതിനുശേഷം 24 അധ്യായത്തിന്റെ 32 വാക്യം മുതൽ 51 വാക്യം വരെ കർത്താവ് പറയുക, നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ലോകാവസാനത്തിൻ്റെയും മടങ്ങിവരവിൻ്റെയും സമയം എന്താണെന്ന്. അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നിങ്ങൾ ചോദിക്കാത്ത, നിങ്ങൾക്കറിയാത്ത മറ്റൊരു വശത്തേക്ക് ഞാൻ കടക്കാൻ പോകുകയാണ്. 24 അധ്യായം 32 വാക്യം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ ഭാഗത്തിൽ കൂടെ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുക, ലോകാവസാനത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചല്ലോ, എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ അത്തി ഉണ്ടല്ലോ, അതിൻ്റെ ഇലകൾ തളിർക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വേനൽ അടുക്കുന്നു. അടുത്തൊരു ഷിഫ്റ്റ് ഓഫ് സീസൺ, ഏതോ ഒരു കാലഘട്ടത്തിൻ്റെ ഷിഫ്റ്റ് നിങ്ങൾക്കിന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത. പിന്നത്തേതിൽ ലേഖനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ വെളിപ്പാടുകൾ തന്ന് എൻ്റെ ദാസന്മാരെ ഞാൻ ദർശനങ്ങളിൽ കൂടെ എൻ്റെ ആത്മാവിൽ കൂടെ പഠിപ്പിച്ച് ഞാൻ സഭയ്ക്ക് ആവശ്യമുള്ള അടിസ്ഥാനങ്ങൾ ഇടുമ്പോൾ അന്ന് വ്യക്തത ഉണ്ടാകും. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാകണം, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, വേനൽ അടുത്തു, ഏതോ ഒരു ഷിഫ്റ്റിന് സമയമായി കഴിഞ്ഞു. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി കർത്താവ് പറയുന്നു. ഇന്ന് വളരെ വളരെ ബ്രീഫായി ഞാൻ പറയട്ടെ. ഇസ്രയേൽ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ, അവരുടെ ഇക്കണോമിക്, അവരുടെ സകല രീതിയിലുമുള്ള ആ തളിർത്തു വരുന്നതിനെക്കുറിച്ച് നോക്കിയിട്ട് പറഞ്ഞു. ഇന്ന് ചില നാളുകൾ കഴിയുമ്പോൾ ഇസ്രയേൽ എന്ന സ്റ്റേറ്റ്, അവരുടെ പൊളിറ്റിക്കൽ എൻറ്റിറ്റി, അവരുടെ രാജ്യം ഇല്ലാത്തതുപോലെ അവർ ചിതറിമാറും. അസാധ്യം എന്നതുപോലെ, അവർ തിരിച്ചു വരാൻ കഴിയാത്തതുപോലെ അവർ ലോകരാജ്യങ്ങളിൽ ചിതറിപ്പോകും. എങ്കിലും ഒരത്ഭുതം നടക്കും. അത്തിയുടെ വൃക്ഷം, അതിൻ്റെ ഇലകൾ തളിർത്തു വരും. അത് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ അത്തിവൃക്ഷത്തിൻ്റെ ഇല തളിർത്ത് കണ്ട തലമുറ മാറുന്നതിന് മുൻപേ ചില സംഭവങ്ങൾ സംഭവിക്കും. ലോകാവസാനമല്ല സംഭവിക്കാൻ പോകുന്നത്, ചില സംഭവങ്ങൾ സംഭവിക്കും. അതിനെ തുടർന്ന് കർത്താവ് സംസാരിക്കുവാൻ തുടങ്ങി. ഇരുവർ ഒരു വയലിൽ അധ്വാനിക്കുകയായിരിക്കും, ഒരുവൻ ചേർക്കപ്പെടും, ഒരുവൻ തള്ളപ്പെടും. ഇരുവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം ചേർക്കപ്പെടും, ഒരു വ്യക്തി തള്ളപ്പെടും. 25 അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ വരെ വളരെ സ്പഷ്ടമായി കർത്താവിൻ്റെ രഹസ്യവരവിനെക്കുറിച്ചും ഉൾപ്രാവണത്തെക്കുറിച്ചും കർത്താവ് പറയുന്നു. 10 കന്യകമാർ ഒരുമിച്ച് മണവാളനെ കാണുവാൻ പുറപ്പെട്ടു. അവർ ആരും ഇറങ്ങിയത് ലോകാവസാനത്തെ നോക്കിയല്ല, അവർ മണവാളനെ കാണുവാൻ. മണവാളനോ, രാജാവ് വരുന്നതിനെ കുറിച്ചല്ലേ ഞങ്ങൾ ചോദിച്ചത്. അതെ, എങ്കിലും ഒരു മണവാളന്റെ ചരിത്രവും ഇതിൻ്റെ കൂടെ എനിക്ക് പറയുവാനുണ്ട്. കാര്യം, സഭയുടെ മണവാട്ടിയാകുന്ന സഭയ്ക്ക് വേണ്ടി ഒരു മണവാളനെ കുറിച്ചുമുണ്ട് പറയുവാനുണ്ട്. അത് ഇന്ന് ഇസ്രയേലിന്റെ രാജാവായി വന്ന് ഈ രാജ്യത്തെ സ്ഥാപിക്കുവാൻ നോക്കിയിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷേ പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. എങ്കിലും സഭ എന്ന എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മർമ്മമുണ്ട്. അത് വന്നു കഴിയുമ്പോൾ അതെൻ്റെ കാന്തയാണ്, അതെൻ്റെ മണവാട്ടിയാണ്. ആ മണവാട്ടിയെ ചേർക്കുവാനായി മണവാളൻ വരുന്നത് പോലെ ഞാൻ മടങ്ങി വരും, രഹസ്യമായി മടങ്ങി വരും. ആ മടങ്ങി വരവെങ്കിൽ ഒരു സംഭവം സംഭവിക്കും. 10 കന്യകമാർ
അവരുടെ വിളക്കിൽ എണ്ണയുമായി പുറപ്പെട്ട ഒരു ചരിത്രം പറയുകയാണ്. 10 പേർ ഒരുമിച്ച് പുറപ്പെട്ടു. അവരുടെ 10 പേരുടെയും വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. എങ്കിലും 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. എന്ത് സംഭവിച്ചു? അല്പം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മയക്കം തട്ടി, എല്ലാവരും ഉറങ്ങിപ്പോയി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഉണർന്നതായി കാണുവാൻ സാധിക്കും. എങ്കിലും 5 പേർ പാത്രത്തിൽ എണ്ണയില്ലായിരുന്നു. വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നു, എങ്കിലും വിളക്കിൽ എണ്ണയോടൊപ്പം പാത്രത്തിൽ അവർ എണ്ണ കരുതിയില്ല. അതുകൊണ്ട് അവർ തള്ളപ്പെട്ടു. ഇത് ലോകാവസാനം സംഭവിക്കേണ്ടതല്ല, ഇത് കർത്താവിൻ്റെ മടങ്ങിവരവിങ്കൽ സംഭവിക്കേണ്ടതാണ്. പലർക്കും ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ കർത്താവിൻ്റെ മടങ്ങിവരവിങ്കൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ എല്ലാം വിട്ട് ഒരുങ്ങിയിരിക്കണ്ടായോ? നമ്മൾ ജോലി വിട്ട്, ബിസിനസ് വിട്ട്, നമ്മൾ ചെയ്യുന്ന സകലതും വിട്ട്, ഒരു പക്ഷേ വിടുതലിൻ്റെ ശുശ്രൂഷ മാറ്റി വിശുദ്ധീകരണത്തിന് വേണ്ടി മാത്രം നമ്മൾ ഒരുങ്ങിയിരുന്നാൽ പോരായോ? ബാക്കി സകലതും മാറ്റി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയല്ലയോ വേണ്ടത്? അല്ല, ഈ പശ്ചാത്തലത്തിൽ കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നമ്മൾ നോക്കുവാൻ പോകുന്നത് 24-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം. വിശ്വസ്തരെ തിരഞ്ഞെടുക്കുന്ന കർത്താവ് ആരെയാണ് വിശ്വസ്തരായി കാണുന്നത്? മടങ്ങി വരവിന്റെ പശ്ചാത്തലത്തിൽ കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാലും. മാത്യു 24:45. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ. വായിച്ചാട്ട്. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. താങ്ക് യു. ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായി ആരെ കാണുന്നോ അവരാണ് ഭാഗ്യവാന്മാർ. ഒരു പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് പഠിക്കാനായിരിക്കും. സ്കൂൾ സ്റ്റുഡൻസ്, ഡു യുവർ പാർട്ട്. കാര്യം, ആ പഠിക്കുമ്പോൾ വിശ്വസ്തരാണെങ്കിൽ ഞാൻ പഠിത്തമെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. നോ. ജോലി ചെയ്യുന്നവർ ജോലിയിൽ വിശ്വസ്തരായിരിക്കുക. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കുക. സുവിശേഷീകരണത്തിനായി ഏൽപ്പിച്ചോ. മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ കയ്യിൽ വലുതായിട്ടൊന്നും കാണുവാനില്ല, കാണിക്കുവാനില്ല. അല്ല, ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരിക്കുക. ചിലരെ സഭാ ശുശ്രൂഷ ഏൽപ്പിച്ചോ, അവർ സഭാ ശുശ്രൂഷ ചെയ്യട്ടെ. ചിലരെ വിടുതലിൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചോ, അവർ വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യട്ടെ. എങ്കിലും സകലരും ഒരുമിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം എന്ന് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മൾ എല്ലാവരും നമ്മളുടെ ജീവിതം സൂക്ഷിക്കുമ്പോൾ മറുവശം വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഏൽപ്പിച്ചിരിക്കുന്നതിൽ വിശ്വസ്തയോടെ നിൽക്കുക. മീഡിയ ചെയ്യുന്നവർ മീഡിയയിൽ, ദൈവവചനത്തിൻ്റെ പഠനം ചെയ്യുന്നവർ അതിൽ, ദൈവാലയത്തിൽ വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുന്നവർ അതിൽ, എന്ത് ദൈവം നമ്മളെ ഏൽപ്പിച്ചോ അതിൽ വിശ്വസ്തരായി നിന്നാൽ, ഒരു കുടുംബം ദൈവം ഏൽപ്പിച്ചെങ്കിൽ ആ കുടുംബത്തെ വിശ്വസ്തയോടെ പോറ്റി പുലർത്തുക. ഭവനത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുവാൻ ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് ദൈവമാക്കിയോ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരുതുവാനായി, പ്രാർത്ഥിക്കുവാനായി ഏത് അവസ്ഥയിൽ ദൈവം ആക്കിയോ, എന്തിനായി ദൈവം നമ്മളെ നിയമിച്ചോ അതിൽ വിശ്വസ്തരായി തുടരുന്നവരെ കർത്താവ് യജമാനൻ മടങ്ങി വരുമ്പോൾ അങ്ങനെ കാണുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് വേണ്ടി കർത്താവ് ചില പദവികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുങ്ങിയിരിക്കുന്നവരുടെ പ്രത്യേകത തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ, അങ്ങനെ ഒരുങ്ങിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, വിശ്വസ്തരെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ ലേഖനങ്ങളിൽ വായിക്കുന്ന വാക്യം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 Thessalonians chapter number 4 and verse number 16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി, യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്തതും ഒരുപക്ഷേ മാനുഷിക വിദ്യാഭ്യാസത്തിന് അംഗീകരിക്കുവാൻ കഴിയാത്ത അളവിൽ പറയുകയാണ്, ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും. കർത്താവ് തൻ്റെ ഗംഭീര നാദത്തോടെ, ശബ്ദത്തോടെ, പ്രധാന ദൂതന്റെ കാഹളത്തോടെ ദൈവം, കർത്താവായ യേശു മധ്യാകാശത്തിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ ബുദ്ധിയുള്ളവർക്ക്, വിദ്യാഭ്യാസമുള്ളവർക്ക്, യുക്തിയുള്ളവർക്ക് ഒരുപക്ഷെ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഒരു കന്യകയിൽ കൂടെ ജനിച്ചുവെന്നും നമ്മളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചുവെന്നും ആത്മാവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കുവാൻ ഒരു പ്രയാസവുമില്ല. നമ്മളുടെ കർത്താവ്, നമ്മളുടെ രക്ഷിതാവ് മേഘാരൂഢനായി മടങ്ങി വരികയും നമ്മളെ തന്നോടുകൂടെ ചേർക്കുവാനായി മധ്യാകാശത്തിൽ വരികയും ചെയ്യും. കർത്താവായ യേശു മേഘാരൂഢനായി മധ്യാകാശത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാമോ കണ്ണിമിക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കുകയും മധ്യാകാശത്തിൽ കർത്താവിനോടുകൂടെ എന്നേക്കുമായിരിക്കുവാൻ നമ്മൾ ചേർക്കപ്പെടുകയും ചെയ്യും. എങ്കിലും കർത്താവ് വരുമ്പോൾ, കർത്താവിൻ്റെ വാക്കുകളിൽ പറയട്ടെ, ഇരുവർ ഒരു വയലിലായിരിക്കും.
ചേർക്കുവാൻ വന്നതാണെങ്കിലും ഒരുവനെ മാത്രമേ ചേർക്കുവാൻ സാധിക്കുന്നുള്ളൂ. ഇരുവർ ഒരു കിടക്കയിലായിരിക്കും, ഒരുവൻ മാത്രമേ ഒരുക്കം പ്രാപിച്ചിട്ടുള്ളൂ, മറ്റൊരു വ്യക്തി ഒരുക്കം പ്രാപിച്ചിട്ടില്ല. ഒരുങ്ങിയ വ്യക്തിയെ കൊണ്ടുപോകും. 10 പേർ ഒരുമിച്ചിറങ്ങി, 50% മാത്രം അങ്ങെത്തി. 50% ഒരുക്കമില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരായിരുന്നു. നമ്മൾ അകത്ത് കടന്നു എന്ന് വിചാരിക്കുന്നവർ കാഹളനാദം കേൾക്കുമ്പോൾ പോകുവാൻ, കർത്താവിനോടുകൂടെ ചേരുവാൻ ആത്മാവിൽ ഒരുക്കമുള്ളവരായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ തയ്യാറാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഈ സംഭവത്തിന് ശേഷം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആദ്യമേ വായിക്കട്ടെ. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ ചില ദർശനങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. Revelation chapter number 4 and verses 1 through 4. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. താങ്ക് യു. 3-ാം അധ്യായം വരെ സഭയോട് സംസാരിക്കുന്ന കർത്താവ് 3-ാം അധ്യായം കഴിയുമ്പോൾ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഭ ഭൂമിയിൽ നിന്ന് മാറിയതിനാൽ ആ മാറ്റപ്പെട്ട സഭയെ നോക്കി ഇതാ ഈ വചനഭാഗത്തിൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. അവിടെ 4-ാം വാക്യം വായിക്കുമ്പോൾ സഭ ചേർക്കപ്പെട്ട് കഴിഞ്ഞു. അവിടെ കാണുന്ന കാര്യങ്ങൾ ഒന്ന് ദയവായി വായിച്ചാലും. 4-ാം വാക്യം. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. താങ്ക് യു. ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി കാണുന്ന 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ കാണുന്ന നമ്പർ 1, ഇവർ സ്വർഗത്തിൽ ഇരിക്കുന്നവരാ. They are seated in the heavenly places. 20 elders sitting. സ്വർഗത്തിൽ ഇരിക്കുന്നവർ. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. And we are the ones seated in the heavenly places. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ആദ്യജാതന്മാരുടെ സംഘത്തിൽ പേരെഴുതപ്പെട്ടവരും സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നവരുമായ സഭ. നമ്മൾ സഭയുടെ ഭാഗമാകുവാൻ പദവി ലഭിച്ചതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നുവെങ്കിലും ഭയത്തോടെ, വിറയലോടെ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി കരുതുവാനും ഈ സമയം ഓർപ്പിക്കട്ടെ. കാര്യം, മണവാളൻ മടങ്ങി വരുമ്പോൾ എടുക്കപ്പെട്ട 5 കന്യകമാർ, ബുദ്ധിയുള്ള 5 കന്യകമാരോട് കൂടെ നമ്മളുമായിരിക്കുവാൻ നമ്മളുടെ ജീവിതത്തെ വളരെ ശ്രദ്ധിക്കണം എന്നോർപ്പിക്കട്ടെ. ഇവർ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണ്. അവർ അവിടെ ഇരിക്കുന്നതായി കണ്ടു. 2, they were clothed in white raiment. ഇംഗ്ലീഷിൽ അതിൻ്റെ മൂലഭാഷയിൽ പ്രത്യേകിച്ചും എടുത്താൽ ഈ വാക്ക് വളരെ ശ്രദ്ധനീയമാണ്. കാര്യം, വൈറ്റ് റെയ്മെന്റ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ഭാഗം ഞാൻ വായിക്കും. ഇന്നത്തെ മെസ്സേജ് കഴിയുന്നതിന് മുൻപേ തന്നെ അടുത്തൊരു ഭാഗം വായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വൈറ്റ് റോബ്സ്. മലയാളത്തിൽ 2 വാക്കും ഒരുപോലാണെങ്കിലും ഇംഗ്ലീഷിലും മൂലഭാഷയിലും ഒന്ന് വൈറ്റ് റെയ്മെന്റ് എന്നും രണ്ടാമത്തേത് വൈറ്റ് റോബ് എന്നും കാണുവാൻ സാധിക്കും. ഇവിടെ വൈറ്റ് റെയ്മെന്റ് എന്ന് കാണുവാൻ സാധിക്കുന്നു. സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നവർ. 2, അവർക്ക് വൈറ്റ് റെയ്മെന്റ്, വിലേറിയ വസ്ത്രം അവർക്കുണ്ട്. അവരുടെ റോബ്സിന്റെ മീതെ, അവരുടെ അങ്കികൾക്ക് മീതെ ധരിക്കുന്ന റെയ്മെന്റ്, വിലേറിയ വസ്ത്രമുള്ളവർ. മലയാളത്തിന്റെ ട്രാൻസ്ലേഷന്റെ പരിമിതി ഉണ്ട്, അതുകൊണ്ട് ഇംഗ്ലീഷ് റെഫർ ചെയ്യുകയാണ്. സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവർ. 2, വെള്ള വസ്ത്രത്തിന് മീതെ ഉള്ള വെള്ള വിലേറിയ അങ്കി ധരിച്ചവർ, വൈറ്റ് റെയ്മെന്റ്. 3, ഇവരെക്കുറിച്ച് പറയുന്നു, and they had on their heads crowns of gold. അവരുടെ തലയിൽ സ്വർണ്ണ കിരീടങ്ങളുമുണ്ട്. സഭയുടെ ഏറ്റവും വലിയൊരു അവകാശമാണ്, പദവിയാണ് സ്വർണ്ണ കിരീടങ്ങൾ. ദൈവത്തിൻ്റെ വചനത്തിൽ വ്യത്യസ്ത കിരീടങ്ങളെക്കുറിച്ച് നമ്മുടെ സീനിയർ പാസ്റ്റർ ഇവിടെ എടുത്തിട്ടുള്ളത് സഭയിൽ ആരാധനകൾ അറ്റൻഡ് ചെയ്തവർ ഓർക്കുന്നുണ്ട്. വ്യത്യസ്ത കിരീടങ്ങളെക്കുറിച്ച് പറയുന്നു. ജീവകിരീടം, രക്തസാക്ഷികളായി മരിച്ചവർക്കുള്ള കിരീടം, നീതിയുടെ കിരീടം, വ്യത്യസ്ത കിരീടങ്ങളെക്കുറിച്ച് ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു. സഭയുടെ പ്രത്യേകത, സഭയ്ക്ക് കിരീടമുണ്ട്. 4-ാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിന്റെ മുൻപിൽ ഇതാ യോഹന്നാൻ അപ്പോസ്തലൻ സ്വർഗസ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നത് സ്വർഗസ്ഥലത്തിൽ ഇരുത്തപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ. 2, അവരുടെ തലയിൽ സ്വർണ്ണ കിരീടങ്ങൾ. 3, അവർക്ക് വൈറ്റ് റെയ്മെന്റ്, വിലേറിയ വസ്ത്രമുണ്ട്. 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വീണ്ടും തുടരാൻ ആഗ്രഹിക്കും. 4-ഉം 5-ഉം അധ്യായങ്ങൾ സഭ സ്വർഗത്തിലായിരിക്കുന്ന ദർശനങ്ങളാണ് എന്ന് കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സഭയുടെ മറ്റു ചില സ്വഭാവ ഗുണങ്ങളും കാണുവാൻ സാധിക്കും. Revelation chapter number 5
verses 9 through 11. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. പ്രൈസ്. ഒരു നിമിഷം നിൽക്കണം. ഈ ഭാഗത്തിൽ നമ്മൾ കാണുന്നു സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ലോകരാജ്യങ്ങളിലൊക്കെയും എല്ലാ ജാതികളിലേക്കും സുവിശേഷം എത്തിക്കഴിഞ്ഞിരിക്കുകയാൽ സകല ഗോത്രങ്ങളിൽ നിന്നും സകല ഭാഷകളിൽ നിന്നും സകല വംശങ്ങളിൽ നിന്നും ഇവരുടെ പ്രത്യേകത, they are redeemed. ഇവരെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞതാണ്. കർത്താവിൻ്റെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു സഭയെ ഇവിടെ കാണുവാൻ സാധിക്കും. ഇവർ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. തുടർന്ന് വായിച്ചാട്ട്. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഇംഗ്ലീഷിൽ വായിക്കുന്നു, and has made us unto our God kings and priests. അങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നു. സഭയെ കുറിക്കുന്ന വാക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പൗരോഹിത്യ വർഗമാണ്, രാജകീയ പൗരോഹിത്യ വർഗമാണ്. ആ ദൂതിന്റെ, ആ തിരഞ്ഞെടുപ്പിന്റെ, ആ വിളിയുടെ നിറവേറിലേക്ക് മാറുകയാണ്. പറയുകയാണ്, ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി മാറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ ഭൂമിയിൽ വാഴും. വായിച്ചാട്ട്. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. And we shall reign on the earth. King James version വായിക്കുന്നു, and we shall reign on the earth. ഞങ്ങൾ ഭൂമിയിൽ വാഴും എന്നുള്ള വാക്ക്. ഹല്ലേലൂയ. കർത്താവായ യേശു പറയുന്ന ഓരോ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ സഭയിൽ കാണുന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഹാനോക്കിന്റെ പ്രവചനത്തിൽ കാണുന്ന അടുത്ത ദർശനത്തിലേക്ക് സഭയെ കാണിക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കട്ടെ. And I beheld and I heard the voice of many angels. അനേക ദൂതന്മാരുടെ ശബ്ദം ഞാൻ കേട്ടു. round about the throne and the beasts and the elders. അവിടെ മൃഗങ്ങളുടെയും മൂപ്പന്മാരുടെയും ശബ്ദം, സിംഹാസനത്തിന് ചുറ്റുമുള്ള ദൂതന്മാരുടെയും ആ വലിയൊരു സംഘത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. And the number of them, അവരുടെ എണ്ണം. ഈ ദൂതന്മാരുടെ ആണോ അതോ മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു? 24 മൂപ്പന്മാരാണെന്ന്. ബീസ്റ്റ്സ്, ജീവികളെ കുറിച്ച് 4 ജീവികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും സഭയെ പ്രതിനിധീകരിക്കുന്ന ഈ ഒരു കൂട്ടത്തെ നോക്കി പറയുകയാണ്, and the number of them was 10,000 times 10,000 and thousands of thousands, and the number of them was 10,000 times 10,000 and thousands of thousands. 10,000 10,000 1000 ഒരു കൃത്യ നമ്പർ എന്നതുപോലെ പറയുകയാണ്. 10,000 times 10,000 അത് 100 കോടിയാ. 10,000 10,000 എന്ന് പറയുമ്പോൾ 100 കോടിയാ. and thousands of thousands, 100 കോടി മാത്രമല്ല, 1000 ധാരാളം. എങ്കിലും ഒരു എണ്ണപ്പെട്ട സഭയെ അവിടെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ജാതികളുടെ എണ്ണം തികയുമ്പോൾ, സമയമാകുമ്പോൾ, ഉണർവിന്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ കാഹളം ധ്വനിക്കും, സഭ ഇവിടുന്ന് മാറ്റപ്പെടും. അനേകർ പ്രതീക്ഷിക്കുന്നത്, അതിൻ്റെ കാരണവും ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരാം. അടുത്ത ചില വർഷങ്ങൾ കഴിയുമ്പോൾ, മേ ബി 5 years, ഡെഫിനറ്റ്ലി ലെസ് ദാൻ 10 years, 5-10 വർഷങ്ങൾക്കകം ഈ ഭൂമിയിൽ ദൈവം അനുവദിച്ചാൽ വലിയൊരു ഉണർവുണ്ടായിരിക്കും. കോടികൾ 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 സഭയ്ക്കകത്തേക്ക് വരുന്നത് പോലെ, കാട്ടുപ്രാക്കൾ സംഘം കൂട്ടമായി സഭയ്ക്കകത്തേക്ക് വരുന്നത് പോലെ വലിയൊരു ഉണർവ്, ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ ഒരു ഉണർവ് സഭ കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഭാരതീയ സഭ ആ ഉണർവ് കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകരാജ്യങ്ങളിൽ ഉണർവ് സംഭവിക്കും. ഇതുവരെ ആരും കാണാത്തതുപോലെ കൊറോണയും, ഇതുവരെ ലോകം കാണാത്തതുപോലുള്ള സാഹചര്യങ്ങൾ ഇന്ന് ലോകം കാണുന്നെങ്കിൽ, ഇതുവരെ കാണാത്തതുപോലുള്ള ഉണർവ് 10,000 ആൾക്കാർ ഒരുമിച്ച് സഭകൾക്കകത്തേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് പോലുള്ള വലിയൊരു ഉണർവിന് സമയമായി വരികയാണ് എന്ന് ഒരുക്കപ്പെടുവാൻ ഇന്ന് ഈ ശബ്ദം ശ്രവിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ വരവും നടന്നു കഴിയുമ്പോൾ ഒരു വലിയ ഉണർവുണ്ടായി. ആ ഉണർവിൽ മേ ബി 100 crores, ഒരു 100 കോടി ആത്മാക്കൾ എന്ന് എൻ്റെ ഭാവനയിൽ ഞാൻ പറയട്ടെ. നിങ്ങൾ ആരും അംഗീകരിക്കണം എന്നില്ല. ഒരു 100 കോടി ആൾക്കാർ, അത് പറയുവാനും കാരണമുണ്ട്. ഒരു 100 കോടി ആൾക്കാർ
ഭാരതത്തിൽ നിന്ന് വലിയൊരു സംഘം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയ്ക്കകത്തേക്ക് കടന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് അതിൻ്റെ കാര്യങ്ങളിൽ പ്രശംസിക്കുവാൻ കഴിയുകയില്ല. ദൈവം തൻ്റെ സഭയെ, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഉപയോഗിക്കും. ആർക്കും അതിൻ്റെ അകത്ത് പ്രശംസിക്കുവാൻ ഒരു സ്ഥാനവും കാണുകയില്ല. എങ്കിലും ആഗോള വ്യാപകമായി നടക്കുന്ന ഉണർവിൽ ഭാരതത്തിനും വലിയൊരു പങ്കുണ്ട് എന്ന് ഞാൻ ശബ്ദമുയർത്തി വിളിച്ചു പറയുന്നു. അങ്ങനെ ഈ അന്ത്യകാലത്തിന് കർട്ടൻ വീഴുന്നതിന് മുൻപേ ഒരു ഉണർവ് സംഭവിക്കും എന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ ഉണർവ് നടന്നു കഴിയുമ്പോൾ, കോടികൾ സഭയ്ക്കകത്തേക്ക് വന്നു കഴിയുമ്പോൾ, 100 കോടി ആത്മാക്കൾ സഭയ്ക്കകത്തേക്ക് മിനിമം വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ മടങ്ങി വരവ് ക്ലാസിക് പെന്റിക്കോസ്റ്റൽ തിയോളജിയിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നത് പോലെ മധ്യാകാശത്തിൽ കർത്താവിൻ്റെ വരവുണ്ടായിരിക്കും. മരിച്ചവരും ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ചവരും മധ്യാകാശത്തേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകും. എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം. വേൾഡ് ഇവാഞ്ചലിസം. ഞാൻ ഓർത്ത് വേൾഡ് ഇവാഞ്ചലിസം കർത്താവിൻ്റെ വരവിന് മുൻപാന്ന്. മുൻപ് ഉണർവ് നടക്കും. കർത്താവിൻ്റെ വരവിന് ശേഷം ഒരു വേൾഡ് ഇവാഞ്ചലിസം നടക്കും. വായിക്കാം, ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യം. ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, കർത്താവിൻ്റെ രഹസ്യ വരവിനെ കുറിച്ചല്ല, ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കർത്താവായ യേശു പറയുകയാണ്. മത്തായി സുവിശേഷം 24:14. മാത്യു 24 and verse number 14. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. എന്തിനാണ്? ശിഷ്യന്മാരാക്കുവാനല്ല, അത് പണ്ടേ കഴിഞ്ഞു. ശിഷ്യന്മാരാക്കി സഭയ്ക്കകത്ത് ചേരേണ്ടവർ സഭയ്ക്കകത്ത് ചേർന്നു. ഒരുങ്ങിയിരുന്നവരെ കർത്താവ് ചേർത്തുകൊണ്ട് പോകുവാൻ കർത്താവ് വന്നു കഴിഞ്ഞു. അത് കഴിയുമ്പോൾ ഇനിയും ശിഷ്യന്മാരാകുവാൻ അവസരം കഴിഞ്ഞു. പിന്നുള്ളത് ഒരു സാക്ഷ്യത്തിനായി പ്രസംഗിക്കപ്പെടുക. അപ്പോൾ അവസാനവും വരും. Then shall the end come. വരും. ആ അവസാനം വരുന്നതിന് മുൻപേ സഭ എടുക്കപ്പെട്ടതിന് ശേഷം 144,000 യഹൂദന്മാർ നെറ്റിമേൽ മുദ്രയുള്ളവരായി അവരോട് ചേർന്ന്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, 12 ഗോത്രങ്ങളിൽ, ഇസ്രായേൽ രാജ്യത്തിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നും 144,000 പേർ നെറ്റിയിൽ മുദ്രയുള്ളവരായി രാജ്യത്തിന്റെ സുവിശേഷവുമായി പുറപ്പെടും. 144,000 യഹൂദന്മാർ ഒരുമിച്ച് സുവിശേഷം പ്രസംഗിക്കുവാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇവാഞ്ചലിസം ആയിരിക്കും അത്. അവർ മാത്രമല്ല, കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ചിട്ടും വിളക്കുണ്ടായിരുന്നു, വിളക്കിൽ എണ്ണയും ഉണ്ടായിരുന്നു. എങ്കിലും വിളക്കിൽ എണ്ണയോടൊപ്പം പാത്രത്തിൽ എണ്ണയില്ലാതെ പോയ 5 കന്യകമാർ അവർ കൈവിടപ്പെടും. അവരും കൂടെ അങ്ങുണരും. അവർ എണ്ണയൊക്കെ വാങ്ങിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ അവരോട് പറയുന്നില്ല, ഞാൻ നിങ്ങൾ ഒരു നാളും അറിയുന്നില്ലെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അവരും ഇനി എങ്ങനെ രക്ഷപ്പെടുന്നെന്ന് നോക്കിയിരിക്കും. അവരുടെ പാത്രത്തിൽ എണ്ണയില്ലായിരുന്നു. അവർ പിന്നെ പോയി വാങ്ങിച്ചോ ഇല്ല എനിക്കറിയത്തില്ല. എനിവേയ്സ്, അവർക്കുള്ള രണ്ടാമത്തെ അവസരമായി ഞാൻ അതിനെ എൻ്റെ ഭാവനയിൽ കാണുകയാണ്. ഇവരെല്ലാം കൂടെ ചേർന്ന്, അന്യഭാഷ പറഞ്ഞവർ ഒരുപക്ഷേ കാണും, എനിക്കറിയത്തില്ല. സ്നാനപ്പെട്ടവർ നിശ്ചയമായിട്ടും ആ കൂട്ടത്തിൽ കാണും. അതും വ്യക്തമായിട്ട് ഇത്രയും മാത്രം പറയട്ടെ, ഞങ്ങളും കൂടെ പോകും എന്ന് വിചാരിച്ചിരുന്ന പലരും അന്ന് പോകുവാൻ കഴിയാതെ തള്ളപ്പെടുമ്പോൾ, കൈവിടപ്പെടുമ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കരം ഒരു തീരുമാനത്തിലെത്തും. ഇനിയും എങ്ങനെങ്കിലും നിത്യജീവൻ കരസ്ഥമാക്കണം. ഞങ്ങളെ വീണ്ടെടുത്തു എന്നുള്ള ഗീതം പാടുവാൻ കഴിയാത്തതുപോലെ വീണ്ടെടുപ്പിൻ്റെ അവസരങ്ങൾ കഴിഞ്ഞു. ഇനിയും കൃപയാലുള്ള രക്ഷ ലഭ്യമല്ല. ഇനിയും എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ വഴിയേ ഉള്ളൂ. ഇനിയും മൃഗത്തിൻ്റെ മുദ്രയേൽക്കാതെ, 666 എന്ന ആ മുദ്രയേൽക്കാതെ എങ്ങനെങ്കിലും അവരുടെ ജീവിതം സൂക്ഷിച്ചാൽ രക്തസാക്ഷികളായി മരിക്കുമായിരിക്കും. എങ്കിലും നിത്യത നഷ്ടമാകാതിരിക്കുവാൻ സാധിക്കും. അവർ സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിക്കും. രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. ശിഷ്യന്മാരാക്കുവാനല്ല. അവർ എന്തിനു വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്? ഒരു സാക്ഷ്യത്തിനായി. ഈ സാക്ഷ്യം കേൾക്ക്. വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ ആത്മാവ് സഭയോട് പറയുന്നത് എന്തോ എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ 3-ാം അധ്യായത്തിന് ശേഷം ആത്മാവിനൊന്നും പറയുവാനില്ല. പിന്നെ കേൾക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാര്യം ആത്മാവിന് പിന്നെ സംസാരിക്കുവാനൊന്നുമില്ല. സാക്ഷ്യത്തിനായി പ്രസംഗിക്കപ്പെടും. വിൽഭാവ തീരുമാനശേഷിയുള്ളവൻ ജീവനെ ത്യജിച്ചാന്നെങ്കിലും
വില മുടക്കിയാൽ അവർക്ക് പിന്നെ രണ്ടാമത്തെ ഒരു അവസരം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. വായിക്കാം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. Revelation chapter number 7 and verse number 9. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. All right. ആദ്യത്തെ കൂട്ടത്തിൽ കണ്ടു 10,000 times 10,000 and thousands of thousands. 10,000 10,000-ഉം 1,000-1000. ഹാനോക്ക് കണ്ട ദർശനം, അതുപോലെ യോഹന്നാൻ കണ്ട ദർശനം. ഒരു എണ്ണപ്പെട്ട സംഘം ഇതാ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും കാണുവാൻ സാധിക്കും. ഇവിടെ 7-ാം അധ്യായം ആയപ്പോഴത്തേക്ക് സഭ ചേർക്കപ്പെട്ടതിന് ശേഷം അടുത്തൊരു കൂട്ടം ആൾക്കാർ ഇതാ വരിക. അവരുടെ പ്രത്യേകത ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത വലിയൊരു സംഘം. പ്രൈസ് ദ ലോർഡ്. സഭയ്ക്കകത്ത് കയറിയവരുടെ ഇടയിൽ നിന്ന് 50% ആൾക്കാർ മാത്രം അങ്ങ് ചെന്നുള്ളൂ ഉൾപ്രാവണത്തിൽ. അത് കഴിഞ്ഞപ്പോൾ തള്ളപ്പെട്ടവരും പിന്നെ മൃഗത്തിന്റെ മുദ്ര അവരുടെ നെറ്റിയിലോ വലങ്കയിലോ ഏൽക്കാത്തവരായി അവരുടെ ജീവനെ ത്യജിച്ച് രക്തസാക്ഷികളായി വന്ന, അങ്ങനെ വില മുടക്കി വന്ന ഒരു കൂട്ടം ആൾക്കാർ. അവരുടെ എണ്ണത്തെക്കുറിച്ച് പറയുക, ആർക്കും എണ്ണിക്കൂടുവാൻ കഴിയാത്ത വലിയൊരു പുരുഷാരത്തെ ഞാൻ അവിടെ കാണുവാൻ ഇടയായി. Beheld and lo, a great multitude which no man could number. ആർക്കും എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വലിയൊരു ജാതി. ഇവരും all nations, kindreds, peoples and tongues, സകല ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഇവരും വലിയൊരു കൂട്ടമാണ്. ഇവരുടെ പ്രത്യേകത, they stood before the throne. അവർ സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഇവർക്ക് ഇരിക്കുവാനുള്ള അവകാശമില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റം കണ്ടിട്ടുള്ളവർക്കറിയാം. ഒരു കോർട്ടിൽ ചെന്നാൽ നിൽക്കുവാൻ അധികാരമുള്ളവരുണ്ട്, മറ്റാർക്കും ഇരിക്കുവാൻ അധികാരമുള്ളവരുണ്ട്. ജഡ്ജ് മുതൽ റെക്കോർഡിംഗ് സെക്രട്ടറീസ് വരെ പലർക്കും ഇരിക്കുവാൻ അധികാരമുള്ളവരുണ്ട്. ബാക്കി ആരവിടെ ചെന്നാലും ഇരിക്കുവാൻ സാധിക്കത്തില്ല, നിൽക്കുവാനേ സാധിക്കത്തുള്ളൂ. സഭയെക്കുറിച്ച് പറഞ്ഞു, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിൽ പറഞ്ഞു, അവർ സിംഹാസനത്തിന്റെ മുൻപിൽ ഇരിക്കുന്നവരായി ഒരു കൂട്ടം ആൾക്കാരെ കണ്ടു. 7-ാം അധ്യായമായപ്പോഴത്തേക്ക് പറയുക, ഇവർ അവിടെ വന്നു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഉണ്ട്. എങ്കിലും അവർക്ക് ഇരിക്കുവാൻ സാധിക്കുകയില്ല. സിംഹാസനത്തിന്റെ മുൻപിൽ അവർ നിൽക്കുകയാണ്. They are standing. അവർ നിൽക്കുകയാണ്. മാത്രമല്ല അവരുടെ തലയിൽ പൊൻ കിരീടങ്ങളില്ല. രക്തസാക്ഷികളായി മരിച്ചവരെ കുറിച്ചായി പറയുന്നത്. എങ്കിലും രക്തസാക്ഷികൾക്ക് ലഭിക്കേണ്ട കിരീടം അവർക്കില്ല. പകരം അവരുടെ കയ്യിൽ കുരുത്തോലകളാണ്. കിരീടങ്ങളില്ലാത്തവർ. 3 ഇംഗ്ലീഷിൽ വായിക്കുന്നു, they had white robes. അവർക്ക് വെള്ള നിലയങ്കി മാത്രം, വിലേറിയ വസ്ത്രം പോലെ. അവരുടെ നിലയങ്കിയുടെ മേൽ ധരിക്കുന്ന വിലേറിയ വസ്ത്രം, വൈറ്റ് റെയ്മെന്റ്, അവർക്കില്ല. പകരം അവർക്ക് വൈറ്റ് റോബ്സ് മാത്രമേ ഉള്ളൂ. എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ ഭാഷക്കാരിൽ നിന്നും എല്ലാ വംശക്കാരിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്തതുപോലെ വലിയൊരു സംഘം. എങ്കിലും അവർ ഇതാ വന്ന് നിൽക്കുകയാണ്. കയ്യിൽ കുരുത്തോലയും അവരുടെ വെള്ള വസ്ത്രവും മാത്രമല്ല നിൽക്കുന്നവരായി കാണുവാൻ സാധിക്കും. 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 7-14. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചുമിരിക്കുന്നു. ഇവരുടെ പ്രത്യേകത, ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ അവരുടെ അങ്കികളെ വെളുപ്പിച്ചവരാണ്. എങ്കിലും കുഞ്ഞാടെ, നീ ഞങ്ങളെ വീണ്ടെടുത്തു എന്നുള്ള വീണ്ടെടുപ്പിന്റെ ഗാനം പാടുവാൻ അവകാശമില്ലാത്തവർ, വിലമുടക്കി അവർ ജീവനെ ത്യജിച്ച് അവർ രക്തസാക്ഷികളായി വന്നെങ്കിലും കിരീടമില്ലാത്തവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ അവരുടെ അങ്കികളെ വെളുപ്പിച്ചെങ്കിലും അവർക്ക് കുഞ്ഞാടെ, നീ ഞങ്ങളെ വീണ്ടെടുത്തു എന്നുള്ള വീണ്ടെടുപ്പിന്റെ പാട്ടുപാടുവാൻ, ഗീതം പാടുവാൻ അവകാശമില്ലാത്തവർ. ഇന്ന് സഭ നമ്മൾ പദവി ലഭിച്ചവര് വിലമുടക്കാതെ നമ്മൾക്ക് രക്ഷ സൗജന്യമായി കർത്താവ് തന്നെങ്കിൽ ആ സൗജന്യമായി ലഭിച്ച രക്ഷയിൽ ഉറച്ചു നിൽക്കുവാൻ, നമ്മളുടെ രക്ഷയെ വിറയലോടെ, ഭയത്തോടും വിറയലോടും നമ്മൾ ഉറപ്പിക്കുവാൻ, നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കുവാൻ നമ്മൾക്ക് പരിശ്രമിക്കാം. ഇത് കഴിയുമ്പോൾ,
പാരലലി, ഇത് കഴിയുമ്പോൾ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടെങ്കിലും ഇത് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു കാര്യം നടക്കുന്നത്, there's going to be a great deception, ഒരു വലിയ വഞ്ചന നടക്കുവാൻ പോകുക. there's going to be a great deception. ഈ ഡിസെപ്ഷൻ, ഈ വിശ്വാസത്യാഗം, ഈ വഞ്ചന എന്താണ്? തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. 2 Thessalonians chapter number 2 and verse number 3. ഒരു വിധത്തിലും ആരും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. All right, ഈ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചോട്ടെ. Let no man deceive you by any means, for that day shall not come. ഒരു വരാനുള്ള ഒരു ദിവസം, കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഒടുവിൽ പറയാം, അത് വരും. എങ്കിലും കർത്താവിൻ്റെ ദിവസം വരണമെങ്കിൽ, ഇത് രഹസ്യവരവിനെ കുറിച്ചല്ല, കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് അത് പിന്നെ പറയാം. കർത്താവിൻ്റെ ദിവസം വരണമെങ്കിൽ ചില കാര്യങ്ങൾ ആദ്യമേ സംഭവിക്കണം. എന്താണ് സംഭവിക്കേണ്ടത്? ആ വലിയ ഉണർവിന് ശേഷം, ഉൾപ്രാവണത്തിന് ശേഷം, കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷം, വേൾഡ് ഇവാഞ്ചലിസം നടന്നതിന് ശേഷം, ആ വേൾഡ് ഇവാഞ്ചലിസം നടക്കുമ്പോൾ ലോക സുവിശേഷീകരണം 144,000 യഹൂദന്മാരുടെ നേതൃത്വത്തിൽ സഭയിൽ തള്ളപ്പെട്ടവരുടെ ആ കൂട്ടായ്മയിൽ അവരങ്ങനെ ലോക സുവിശേഷീകരണത്തിനായി അവർ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. അവർ പറയും, ഈ മൃഗത്തിൻ്റെ മുദ്രയേക്കരുത്, നിങ്ങൾക്ക് നിത്യജീവൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ തന്നെ ഒരു വലിയ വിശ്വാസ വഞ്ചന, ത്യാഗം സംഭവിക്കും. a great deception of falling away. ഒരു വലിയ വിശ്വാസത്യാഗം സംഭവിക്കും. അതിനുശേഷം എതിർ ക്രിസ്തു വെളിപ്പെടും. കാര്യം, തടയുന്നവൻ വഴിയിൽ നിന്നും മാറുന്നിടം വരെ, തടയുന്ന പരിശുദ്ധാത്മാവും ഈ ഭൂമിയിൽ നിന്ന് മാറുന്നിടം വരെ വെളിപ്പെടേണ്ടവന് വെളിപ്പെടാൻ സാധിക്കത്തില്ല. വെളിപ്പെടേണ്ടവൻ, അതിൻ്റെ അധർമ്മമൂർത്തി വെളിപ്പെടേണ്ടവൻ, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം വെളിപ്പെടാൻ സാധിക്കത്തില്ല. ഞാൻ ചില വാക്യങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടണമെങ്കിൽ, എതിർ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ, എതിർ ക്രിസ്തുവിനെ കുറിച്ച് കഴിയുമെങ്കിൽ 1-2 ആശയങ്ങൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. What is this great deception? ഈ വലിയ വിശ്വാസത്യാഗവും വഞ്ചനയും എന്താണ്? കർത്താവായ യേശു പറഞ്ഞു, കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ചു കളയുവാൻ വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങളൊക്കെ ചെയ്ത് ചില സംഭവങ്ങൾ ഉണ്ടാകും. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ചു കളയുവാൻ. There will be a great falling away of faith. വിശ്വാസത്തിൽ നിന്നും ഒരു വലിയ വിശ്വാസത്യാഗം സംഭവിക്കും. ഒരളവിൽ സംഭവിച്ചില്ലെന്ന് ആർക്കും പറയുവാൻ സാധിക്കത്തില്ല. ഉണർവ് നടന്ന യൂറോപ്പിൽ, ഉണർവുകൾ നടന്ന അമേരിക്കയിൽ വിശ്വാസത്യാഗം സംഭവിച്ചില്ല എന്നാർക്കും പറയുവാൻ സാധിക്കുകയില്ല. എങ്കിലും അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ അതിനേക്കാൾ വലിയ ഒരു വിശ്വാസത്യാഗം സംഭവിക്കും. അല്പമായി അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്പം മനസ്സിലാക്കുവാനായി ചില കാര്യങ്ങൾ ഞാൻ കുറച്ച് ഡേറ്റ മാത്രം തരാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർക്ക് റിസർച്ച് ചെയ്യുവാൻ ഉള്ള മെറ്റീരിയൽ മാത്രമായിരിക്കും, അല്ലാതെ ഒരു ഡോക്ടറിനൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ റിസർച്ച് ചെയ്ത് ഞാൻ പറയുന്ന കീവേഡ്സ് സ്ക്രീനിൽ ചിലതൊക്കെ എഴുതി കാണിക്കും. ആ വാക്കുകൾ വെച്ച് നിങ്ങൾക്ക് സ്വന്തമായി റിസർച്ച് ചെയ്യുവാൻ സാധിക്കും. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രം ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം, അതേ 2-ാം വരവിനെക്കുറിച്ച് കർത്താവ് പറയുന്ന വാക്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വാക്യമാണ്. മത്തായി സുവിശേഷം 24:37. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. നോഹയുടെ കാലം പോലെ. ആ കാലങ്ങളെക്കുറിച്ച് എടുത്ത് ചിന്തിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവപുത്രന്മാർ, ദ സൺസ് ഓഫ് ഗാഡ്, ഭൂമിയിലേക്ക് കടന്നു വരികയും മനുഷ്യന്റെ ഇടയിൽ നിന്നും സ്ത്രീകളെ വിവാഹം കഴിച്ച് ആ ദിവസങ്ങളിൽ they were born unto them giants, മല്ലന്മാർ ഈ ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ഹൈബ്രിഡ്സിനെ കുറിച്ച് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, മിത്തോളജിയിൽ കാണുവാൻ സാധിക്കും. ഈ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ മിത്തോളജിയിൽ, ഭാരതത്തിൻ്റെ റിലീജിയസ് സ്ക്രിപ്ചേഴ്സിൽ, ബൈബിളിൽ വ്യത്യസ്ത ചരിത്ര ഭാഗങ്ങളിൽ മിത്തോളജിക്കലായിട്ടും മാത്രമല്ല ആർക്കിയോളജിക്കലായിട്ടും പല ഹൈബ്രിഡ് ക്രീച്ചേഴ്സിനെ, ഹൈബ്രിഡ് ആയിട്ടുള്ള സൃഷ്ടികളെ കാണുവാൻ സാധിക്കും. ബൈബിൾ ഭാഷയിൽ പറയട്ടെ, മല്ലന്മാരുണ്ടായിരുന്നു. അമാലേക്യർ മുതൽ ഫിലിസ്ത്യർ വരെ, ഏറ്റവും ഉയരം കൂടിയവർ മുതൽ ഫിലിസ്ത്യർ 9 അടി ഹൈറ്റ് ഉള്ളവർ വരെ കാണുവാൻ സാധിക്കും. അങ്ങനെ രാക്ഷസന്മാരുടെ, മല്ലന്മാരുടെ ഹൈബ്രിഡ് ജനറേഷൻ, നെഫിലീം എന്ന് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നു. എന്ന് പറഞ്ഞാൽ
മനുഷ്യരായിട്ടുള്ളവരും മനുഷ്യരല്ല ആത്മീയ ജീവികളായിട്ടുള്ളവരും തമ്മിലുള്ള വിവാഹത്തെ തുടർന്ന് അവർക്കുണ്ടായ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നെഫലീം. അവർക്ക് സ്പിരിറ്റ് ഇല്ല, ആത്മാവില്ല, അവർക്ക് ശരീരവും മനസ്സും മാത്രമേ ഉള്ളൂ. ദേ ആർ വിത്തൗട്ട് സ്പിരിറ്റ് ബീങ്സ്. ആത്മാവില്ലാത്ത നെഫലീംസിനെ കുറിച്ച് ബൈബിൾ വളരെ ശക്തമായി പ്രതിപാദിക്കുന്നു. മല്ലന്മാർ, ഗോലിയാത്ത് ഉൾപ്പെടെ ആത്മാവില്ലാത്ത നെഫലീംസായി ബൈബിൾ ചിത്രീകരിക്കുന്നു. അമാലേക്യർ, മോശ മരുഭൂമിയിൽ യുദ്ധം ചെയ്യുവാനായി ഇസ്രായേൽ ജനത്തിന് വിരോധമായി വന്ന അമാലേക്യരെ കുറിച്ച് പറയുമ്പോൾ നെഫലീംസ്, ആത്മാവില്ലാത്തവർ, ശരീരവും മനസ്സും മാത്രമുള്ള ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുന്നു. നോഹയുടെ കാലത്തിൽ എന്തായിരുന്നു പ്രത്യേകത? എന്താണ് ജലപ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിച്ചു കളയുവാൻ, ഇല്ലെങ്കിൽ ലോകത്തിൽ മൂക്കിൽ ശ്വാസമുള്ള സകലത്തെയും നശിപ്പിച്ചു കളയുവാൻ ദൈവം തീരുമാനിച്ചത്? അതിന്റെ പിൻപിലെ രഹസ്യം നെഫലീംസ്. നോഹയുടെ കാലത്തിൽ ഉണ്ടായിരുന്നത് ഹൈബ്രിഡ് ക്രീച്ചേഴ്സ്. കഥാ പറയുക, കുറെ നാളത്തേക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എങ്കിലും മനുഷ്യപുത്രന്റെ മടങ്ങി വരവിന് സമയമാകുമ്പോൾ ഇതാ നോഹയുടെ കാലം പോലായിരിക്കും. അടുത്ത വാക്യത്തിൽ നോഹയുടെ കാലത്തെ പൊളിറ്റിക്കൽ, സോഷ്യോ എക്കണോമിക് പല കാര്യങ്ങൾ പറയുന്നുമുണ്ടെങ്കിലും ഈ വാക്യത്തിൽ വളരെ സ്പഷ്ടമായി നമ്മൾ മനസ്സിലാക്കുവാൻ ഞാൻ ചില ജനറൽ സയൻസസ് ആൻഡ് നോളജ് സഭയുടെ മുൻപിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർ ഈ പേരുകൾ നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സമയത്ത് നിങ്ങൾ റിസർച്ച് ചെയ്താൽ മതി. ബെൻ മെസ്റിച്ച് എന്ന് പറയുന്ന വ്യക്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ 37th Parallel. ദ 37th Parallel എന്നുള്ള ആ പുസ്തകത്തിൽ ബെൻ മെസ്റിച്ച് എന്നുള്ള ആളിൻ്റെ ടെഡ് ടോക്സിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവാൻ സാധിക്കും. ബെൻ മെസ്റിച്ച് അദ്ദേഹം വളരെ ഡീപ്പായി ഇതിനെക്കുറിച്ച് ചില ആശയങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാണുവാൻ സാധിക്കും. ദ 37th Parallel, ആ ഒരു ഏരിയയിൽ, അമേരിക്കയിലുള്ള 37th Parallel ചെന്ന് കഴിഞ്ഞാൽ ലിങ്കൺ കൗണ്ടിയിലുള്ള ഏരിയ 51 മുതൽ ഏറ്റവും അധികം UFO ആക്ടിവിറ്റി, ഇന്റർ ഡിമെൻഷണൽ ബീയിങ്സ് ഇറങ്ങി വരുന്ന ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗങ്ങളെക്കുറിച്ച് കാണുവാൻ സാധിക്കും. ബെൻ മെസ്റിച്ചിൻ്റെ കാര്യങ്ങൾ എടുത്ത് റിസർച്ച് ചെയ്താൽ അറിയേണ്ടവർക്ക് അറിയുവാൻ സാധിക്കും. മറ്റൊരു പേര് ഞാൻ പറയട്ടെ, ജെ അലൻ ഹൈനെക്. ജെ അലൻ ഹൈനെക്. ഈ ജെ അലൻ ഹൈനെക് എന്ന് പറയുന്ന വ്യക്തി ഒരു അമേരിക്കൻ ആസ്ട്രോണമർ ആയിരുന്നു, താനൊരു പ്രൊഫസറായിരുന്നു. ഏറ്റവും ആദ്യത്തെ ഒരുപക്ഷേ ക്രെഡിബിൾ യുഫോളജിസ്റ്റ് എന്ന പേരിൽ ശാസ്ത്രലോകം തന്നെ മാനിച്ച ഒരു വ്യക്തിയാണ് ജെ അലൻ ഹൈനെക്. താൻ തൻ്റെ ഒരു ഹൈനെക് സ്കെയിൽ എന്ന പേരിൽ ഒരു സ്കെയിൽ ഉണ്ടാക്കി. അതിൻ്റെ ദ ഹൈനെക് സ്കെയിൽ അകത്ത് ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ഫസ്റ്റ് കൈൻഡ്, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് സെക്കൻഡ് കൈൻഡ്, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് തേർഡ് കൈൻഡ് എന്ന താൻ ജീവനോടിരുന്ന കാലത്ത് മൂന്ന് അളവുകളിൽ ഇതിനെ തിരിക്കുവാനിടയായി തീർന്നു. ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ഫസ്റ്റ് കൈൻഡ്, അതിൽ ഇന്റർ ഡിമെൻഷണൽ ബീയിങ്സ്, ബാഹ്യാകാശത്തുനിന്ന് വരുന്ന വ്യക്തികളോ ശക്തികളോ, however you want to know. കാര്യം ഇതിനെ സയൻസിനും ടെക്നോളജിക്കും അളക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് എന്നൊരു വാക്കിൽ ഞാൻ പറയട്ടെ. കാര്യം ഇന്ന് സയൻസിനുള്ള അപ്പാരറ്റസ്, ഇന്ന് സയൻസിനുള്ള മെട്രിക്സ്, ഒന്നിനും ഇതിനെ കൈകാര്യം ചെയ്യുവാനുള്ള അപ്പാരറ്റസ്, ഉപകരണങ്ങളോ മെട്രിക്സ്, അളക്കുവാൻ സാധിക്കുന്ന അളവുകളോ നമ്മളുടെ അറിവിൽ, നമ്മളുടെ സയൻസിൽ, നമ്മളുടെ ടെക്നോളജിയിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞു വിടട്ടെ. എങ്കിലും ജെ അലൻ ഹൈനെക് തൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു 500 മീറ്ററിനധികം ദൂരത്തിൽ കണ്ടിട്ടുള്ള എല്ലാ UFOസും ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞ് അതിനെ പഠിക്കുവാൻ ആരംഭിച്ചു. 500 മീറ്ററിന് അടുത്തുള്ള സകല എൻകൗണ്ടേഴ്സിനെയും ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദി സെക്കൻഡ് കൈൻഡ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. 500 മീറ്ററിന് അരികിൽ മാത്രം ആയിരിക്കണമെന്ന് മാത്രമല്ല, അതിലുപരി ആ ശക്തികൾ വരുമ്പോൾ, ഇല്ലെങ്കിൽ അതിൻ്റെ എൻകൗണ്ടേഴ്സ് ഉണ്ടാകുമ്പോൾ ഫോണിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഇൻ്റർഫറൻസസ്, മാത്രമല്ല കാറിൻ്റെ ഇഗ്നീഷൻ സ്റ്റാർട്ടാകാത്തതുപോലെ വരുന്ന, എൻജിൻ ഫെയിൽ ആകുന്നത് പോലെ വരുന്ന സംഭവങ്ങൾ, അങ്ങനെ 500 മീറ്ററിന് അടുക്കലും വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന സംഭവങ്ങളിനെ അതിനെ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുവാനിടയായി. താൻ മരിക്കുന്നതിന് മുൻപേ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് തേർഡ് കൈൻഡ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് അറ്റംപ്റ്റ്സ് ടുവേർഡ്സ് ഇന്ററാക്ഷൻ വിത്ത് ഹ്യൂമൻസ്, മനുഷ്യരുമായിട്ടുള്ള അവരുടെ ആശയവിനിമയങ്ങൾ നടത്തുവാനുള്ള പരിശ്രമങ്ങളെ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് തേർഡ് കൈൻഡ് എന്ന് പറഞ്ഞ് താൻ അതിനെ ക്ലാസിഫൈ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ
ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ഫോർത്ത് കൈൻഡ് എന്ന പേരിൽ 4ാമത്തെ ലെവലിൽ ഹൈനെക്സ് സ്കെയിലിനെ വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ അകത്ത് വരുന്നതാണ് അബ്ഡക്ഷൻസ്, മനുഷ്യരെ പിടിച്ചുകൊണ്ടു പോകുകയും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. L.A. മാർസൂളി, സ്ക്രീനിൽ ആ പേര് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. L.A. മാർസൂളി എന്ന പേരുള്ള വ്യക്തിയുടെ അനേക റിസർച്ച് മെറ്റീരിയൽസ് കാണുവാൻ സാധിക്കും. ആ റിസർച്ചേഴ്സിൽ താൻ വാച്ചേഴ്സ് 10 എന്ന പേരിൽ ഒരു 10 DVDs-ന്റെ ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയിട്ടുണ്ട്. അത് IDBIയിലും കാണുവാൻ സാധിക്കും. ഗൂഗിളിൻ്റെ പല പരസ്യങ്ങളിൽ നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ ചെന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. L.A. മാർസൂളിയുടെ വാച്ചേഴ്സ് 10 എന്നുള്ള ആ സീരീസ് ഓഫ് ഡോക്യുമെൻ്ററിക്കകത്ത് ചെന്നിട്ട് എനിക്കൊന്ന് CD നമ്പർ 7 ആയിരിക്കും. അതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ 2500-ൽ അധികം അബ്ഡക്ഷൻസ് നടന്നതിനെ തുടർന്ന് അവരെ മെഡിക്കൽ ഫെസിലിറ്റിയിൽ കൊണ്ടുവന്ന് സർജറി ചെയ്ത് അവരുടെ ശരീരത്തിൽ നിന്നും അവരുടെ അകത്ത് ഇൻസേർട്ട് ചെയ്ത ചിപ്സ് ഊരിയെടുക്കുകയും അതിനെ തുടർന്ന് അതിനെ പഠിക്കുകയും ചെയ്ത വിവരണങ്ങൾ, അതുണ്ടാക്കിയിരിക്കുന്ന അലോയ്സ്, മെറ്റൽസ് ഈ ഭൂമി ലഭിക്കാത്തത്, അങ്ങനെയുള്ള വിഷയങ്ങൾ വരെ ഡോക്യുമെൻ്റൈസ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. Abductions, close encounters of the fourth kind. Close encounters of the fifth kind, അതിനേക്കാൾ അധികം വ്യക്തമായി സംസാരിക്കുവാനും ആശയവിനിമയങ്ങൾ നടത്തുവാനും മെസ്സഞ്ചേഴ്സായിട്ട് അയക്കുവാനും വ്യക്തമായി സംസാരിക്കുന്നതിനെ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ഫിഫ്ത്ത് കൈൻഡ് എന്ന് പറയുവാനിടയായി. ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് സിക്സ്ത് കൈൻഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ മരിക്കുന്നതിനെ അവിടെ കാണുവാൻ സാധിക്കും. പല കാറ്റൽ ആൻഡ് ഹ്യൂമൻ മ്യൂട്ടിലേഷൻസ്, ചില വളരെ പരിമിതമായ ആൾക്കാരെ ഭ്രമിപ്പിക്കാത്തതുപോലുള്ള ചുരുക്കം ചില സ്ക്രീൻഷോട്ട്സ് മാത്രം സ്ക്രീനിൽ ഇടുവാൻ ആഗ്രഹിക്കുന്നു. കാറ്റൽ മ്യൂട്ടിലേഷൻസ് ആൻഡ് ഹ്യൂമൻ മ്യൂട്ടിലേഷൻസ്, ബാഹ്യാകാശത്തുനിന്ന് വരുന്ന ഈ ജീവികൾ ആൾക്കാരെ കൊണ്ടുപോയി മെഡിക്കൽ പ്രിസിഷനിലുള്ള സർജറീസ് നടത്തി ശരീരത്തിൻ്റെ കണ്ണുകൾ, നാവ്, അകത്തെ ഓരോ ഓർഗൻസ്, ഓരോ ഭാഗങ്ങൾ, രക്തത്തിൻ്റെ ഒടുവിലത്തെ തൊള്ളി വരെ വലിച്ചെടുത്തതിന് ശേഷം ശരീരങ്ങളെ മരിച്ചവരുടെ ശരീരങ്ങൾ ഇട്ടിരിക്കുന്ന 10,000-കണക്കിന് കാറ്റൽ മ്യൂട്ടിലേഷൻസ് ഡോക്യുമെന്റഡ് ആയിട്ടുള്ളത് കാണുവാൻ സാധിക്കും. ഓഫ് ലേറ്റ് ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് സെവൻത് കൈൻഡ്, അതിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ സയൻസിനും ടെക്നോളജിക്കും ഇത് അളക്കുവാനോ ഇത് കണ്ടുപിടിക്കുവാനോ ഉള്ള അപ്പാരറ്റസോ മെട്രിക്സോ ഇല്ല എന്ന് മാത്രം പറഞ്ഞു വിടട്ടെ. ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് സെവൻത് കൈൻഡിൽ അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ്സിനെ കുറിച്ച് മാത്രമാണ്. അവിടെ കൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു. ആർക്കെങ്കിലും അന്വേഷിച്ച് അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ഡു സോ. എങ്കിലും കാറ്റൽ ആൻഡ് ഹ്യൂമൻ മ്യൂട്ടിലേഷൻസ്, ഗോറപിറങ്ക റിസർവോയർ എന്ന് പറയുന്ന സ്ഥലം, റിസർവോയർ അത് ബ്രസീലിലുള്ളൊരു സ്ഥലമാണ്. അവിടെ സംഭവിച്ചിരിക്കുന്ന ചില സംഭവങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണത്തക്കതുപോലെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്, 1-2 സെക്കൻഡ് എങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വായിക്കട്ടെ. The injuries were horrific as they were precise. His corpse was completely drained of blood while his entire body bore purposeful removal of skin samples. ശരീരത്തിൽ നിന്നും ത്വക്ക് മുതൽ വ്യത്യസ്ത അവയവങ്ങൾ മുഴുവൻ എടുത്ത് ഏറ്റവും സർജിക്കൽ പ്രിസിഷനിൽ എല്ലാ രീതിയിലും കാറ്റൽ മ്യൂട്ടിലേഷൻസ് ആൻഡ് ഹ്യൂമൻ മ്യൂട്ടിലേഷൻ നടത്തുന്നത് ഇന്ന് സയൻസിനും നാസയ്ക്കും പെൻറ്റഗണും US നേവിക്കും ഗവൺമെൻറ്റുകൾക്കും മറച്ചുവെക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം യാഥാർത്ഥ്യമായി പുറത്തു വരുന്നത് CNN മീഡിയ, മെയിൻ ലൈൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണു തുറന്നിരിക്കുന്ന ആർക്കും അലക്ഷ്യമായി തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല. Why did I mention this? There'll be a great deception. വലിയൊരു ഡിസെപ്ഷൻ വരും. ഞാൻ അതിന് മുൻപേ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് ആ ഡിസെപ്ഷൻ, ആ വഞ്ചനയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. What is that great big promise we have? ഒരു വാക്യം ദയവായിട്ട് വായിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായം 34-ാം വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ലോകത്തിന് ഈ തരത്തിലുള്ള ശക്തികളെ നേരിടുവാനുള്ള ആയുധങ്ങളില്ലെങ്കിലും, ലോകത്തിന് ഈ തരത്തിലുള്ള ശക്തികളെ അളക്കുവാൻ ആവശ്യമുള്ള ഉപകരണങ്ങളില്ലെങ്കിലും, അതിനാവശ്യമുള്ള മെട്രിക്സ് ഇല്ലെങ്കിലും, ആത്മീയനായ ഒരു വ്യക്തിയെക്കുറിച്ച് പറയട്ടെ, ആത്മീയർ ഇതിനെ ജയിക്കുവാൻ സാധിക്കും. എബ്രായ ലേഖനം 11:34 ഇംഗ്ലീഷിൽ വായിക്കുന്നു. By faith they quenched the violence of fire.
തീയുടെ ബലത്തെ കെടുത്തി. എസ്കേപ്പ് ദി എഡ്ജ് ഓഫ് ദി സ്വേർഡ്, വാളിന്റെ വായ്ത്തലേക്ക് അവർ തെറ്റിയൊഴിഞ്ഞു. ഔട്ട് ഓഫ് വീക്ക്നെസ് were made strong, അവരുടെ ബലഹീനതയിൽ അവർ ബലം പ്രാപിച്ചു. waxed valiant in fight, അവർ യുദ്ധത്തിൽ ജയാളികളായി പുറത്തു വന്നു. ഒടുവിലത്തെ ഭാഗം ശ്രദ്ധിക്കുക. they turned to flight the armies of the aliens, അന്യന്മാരുടെ സൈന്യങ്ങളെ അവർ തിരിച്ചു പറഞ്ഞു വിട്ടു. turned to flight the armies of the aliens. ദൈവജനത്തെ ഒരു അന്യായ ശക്തിക്കും തൊടുവാൻ സാധിക്കുകയില്ല. ഈ ശക്തികൾക്ക് ദൈവജനത്തെ തൊടുവാൻ സാധിക്കുകയില്ല എന്നൊരു വാക്കിൽ മാത്രം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. വിശ്വാസത്താൽ, ആത്മശക്തിയാൽ ഭവനത്തിൻ്റെ അകത്ത് ഉറക്കത്തിൽ ദുർസ്വപ്നങ്ങളിൽ കൂടെ ഏതെങ്കിലും രീതിയിൽ ദൈവജനത്തെ തൊടുവാൻ വരുന്ന അന്യ ശക്തികളുടെ സകല ബലത്തിനും തൊടുവാൻ കഴിയാത്തതുപോലെ വാഴ്ചകളുടെ മീതെ, അധികാരങ്ങൾക്ക് മീതെ, സകല അന്യായ ശക്തികൾക്കും മീതെ ദൈവം അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയ്ക്കുകയും വിശ്വാസം ഉള്ളിൽ പകരുകയും ചെയ്ത ദൈവ പൈതൽ ഒരു കാര്യം വിശ്വസിച്ചോണം. വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അന്യന്മാരുടെ സൈന്യത്തെ ഓടിക്കുവാൻ ഒറ്റ വ്യക്തിയിലുള്ള വിശ്വാസത്തിന്റെ വാക്കിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആശ്രയിക്കുവാനും ദൈവനാമത്തെ ഉയർത്തുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായിട്ടുള്ളവർ ജീവിതത്തിൽ ജയാളികളാണ്. മറക്കല്ല, ഒരു രാഷ്ട്രത്തിന്, ഒരു സൈന്യത്തിന്, ഒരു സയൻസിന്, ഒരു ടെക്നോളജിക്ക് ചെയ്യുവാൻ കഴിയാത്തത് ദൈവവൈതലേ നമ്മളുടെ കയ്യിൽ അധികാരവും ആയുധവും ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ വായിലെ വാക്കുകളാൽ, നമ്മുടെ സ്തുതിയാൽ, നമ്മുടെ സ്തോത്രത്താൽ ഈ അന്യായ ശക്തികൾക്ക് അടുത്തു വരുവാൻ കഴിയുകയില്ല. മടങ്ങി വരട്ടെ. ഇത്രയും അധികം ക്ലോസ് എൻകൗണ്ടേഴ്സ് ഉണ്ടാകുകയും ആർക്കും മറച്ചു വയ്ക്കുവാൻ കഴിയാത്തതുപോലെ മെയിൻ ലൈൻ ന്യൂസ് മീഡിയ വരെ പബ്ലിഷ് ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇത്രയുമൊക്കെ എടുത്തു നോക്കിയാലും ഒറ്റ സയന്റിഫിക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുവാൻ ഈ ശക്തികൾ മനുഷ്യരെ ഇതുവരെ സഹായിച്ചിട്ടില്ല. ആർക്കിടെക്ചർ ആകട്ടെ, പിരമിഡ് പണിതത് അവരാണെന്ന് വാദിക്കുന്നവരുണ്ട്. ഐ ഡോണ്ട് കെയർ. എങ്കിലും ഇന്ന് ആർക്കിടെക്ചർ മുതൽ ഏത് സയൻസ് ടെക്നോളജി എടുത്താലും ഒറ്റ ടെക്നോളജി അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ടെക്നോളജി. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ചില നാളുകൾ കഴിയുമ്പോൾ മെയിൻ ലൈൻ മീഡിയ, നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെ പ്രോഗ്രാമിംഗ് പീപ്പിൾ, ആൾക്കാരെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഡാനി ജോൺ എന്ന പേരുള്ളൊരു സഹോദരൻ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. അതിൻ്റെ അകത്ത് നെറ്റ്ഫ്ലിക്സിൽ അൺഅക്നോളജ്ഡ് എന്ന് പേരുള്ള ബ്രദർ ഡെന്നി ജോൺ അയച്ചെന്ന ലിങ്കിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അതിൻ്റെ അകത്ത് കാണുന്നത് ബാഹ്യാകാശത്തുനിന്ന് വരുന്ന ഈ ശക്തികൾ അനേകം ആൾക്കാരെ പിടിച്ചെടുത്തോണ്ട് പോകുന്നു. എന്നോട് ബ്രദർ ഡെന്നി ജോൺ ചോദിച്ചു, പാസ്റ്ററെ, അഥവാ ഇത് ആൾക്കാരെ പ്രിപ്പയർ ചെയ്യാന്നിരിക്കട്ടെ, റാപ്ചറിൽ, ഉൾപ്രാവണത്തിൽ എടുത്തുകൊണ്ട് പോയവരെ ഞങ്ങളാണ് എടുത്തുകൊണ്ട് പോയത് എന്ന് അവർ മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ മെയിൻ ലൈൻ മീഡിയയിൽ കൂടെ, എൻ്റർടൈൻമെൻറ്റിൽ കൂടെ ആൾക്കാരുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുകയാണോ? ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് യാതൊരു ടെക്നോളജിയും ട്രാൻസ്ഫർ ചെയ്യുവാനില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, വഴിയിൽ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറുമ്പോൾ എന്ത് സംഭവിക്കും? വെളിപ്പെടേണ്ടിയവൻ വെളിപ്പെട്ടിരിക്കും. ആരാണ് വെളിപ്പെടേണ്ടിയവൻ? എതിർ ക്രിസ്തുവും അതിന് അധികാരം കൊടുക്കുന്ന സർപ്പവും അതിന് അധികാരം കൊടുക്കുന്ന ശക്തികളും അവർ വെളിപ്പെട്ടിരിക്കും. എന്ത് സംഭവിക്കും? വേഗത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. കർത്താവിൻ്റെ മടങ്ങിവരവുണ്ടായിരിക്കും. ആരും പ്രതീക്ഷിക്കാത്തപ്പോൾ രഹസ്യമായി മേഘാരൂഢനായി കർത്താവ് വന്നിരിക്കും. ആ കർത്താവിൻ്റെ വരവിങ്കൽ സഭ മധ്യാകാശത്തിലേക്ക് ചേർക്കപ്പെടും. മധ്യാകാശത്തിലേക്ക് ചേർക്കപ്പെടുന്ന സഭ ഇവിടുന്ന് മാറിക്കഴിയുമ്പോൾ, വഴിയിൽ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ, ഒരു വശത്ത് സുവിശേഷീകരണത്തിനായി ലോകത്തിൻ്റെ അറ്റത്തോളം മൃഗത്തിൻ്റെ മുദ്ര ഏക്കരുത്, നിത്യജീവന് വേണ്ടി ജീവിതത്തെ സൂക്ഷിക്കുക, കുഞ്ഞാടിന്റെ രക്തത്തിൽ നിങ്ങളുടെ അങ്കികളെ വെളുപ്പിക്കുക എന്ന രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കും. മറുവശത്ത് വലിയൊരു വഞ്ചന ഉയരും. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ചു കളയുവാൻ. ഒടുവിൽ രക്തസാക്ഷികളുടെ എണ്ണം തികഞ്ഞ്, കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഭൂമിയിൽ ഒരുപക്ഷെ വിശ്വാസം കണ്ടെത്താത്തതുപോലെ ഈ ഭൂമിയിൽ രക്തസാക്ഷികളായി മരിക്കുന്നവർ അവരുടെ എണ്ണം തികയുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താത്തതുപോലെ കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും വഞ്ചിച്ചു കളയുവാൻ, തെറ്റിച്ചു കളയുവാൻ ഒരു വലിയ വഞ്ചനയും അതിനെ തുടർന്നൊരു വിശ്വാസത്യാഗവും സംഭവിക്കും. എന്താണ് ആ വിശ്വാസത്യാഗത്തിൻ്റെ പിൻപിലുള്ള വഞ്ചന? അതിൻ്റെ ആ വഞ്ചനയുടെ പിൻപിലുള്ള ആശയം എന്താണ്? അവർ പറയും, ഞങ്ങളാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. ഞങ്ങൾ മനുഷ്യരെ സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യർക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ, മനുഷ്യർക്ക്
ഏറ്റവും നന്നായി അവരുടെ ജീവിതം രോഗമില്ലാതെ ധന്യമായി അവർ ജീവിക്കുവാൻ അവർക്കുള്ള രഹസ്യവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് മതത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് വിശുദ്ധ വേദപുസ്തകവും അങ്ങനെ ബൈബിൾ പഠിച്ചുകൊണ്ടിരുന്ന ഇവരെ ഞങ്ങൾ ഈ ഭൂമിയുടെ മുകളിൽ നിന്നും പുറത്താക്കി. ഞങ്ങൾ അത് ചെയ്തു. ഇനിയും ഞങ്ങൾ ഇവിടുള്ളവർക്ക് വേണ്ടി ദീർഘായുസ് നൽകാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ചിപ്പ് നിങ്ങളുടെ ശരീരത്തിൽ എടുത്താൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കും. 1000 ആണ്ട് വരെയെങ്കിലും ജീവിച്ചിരിക്കുവാനുള്ള ദീർഘായുസ് നിങ്ങൾക്ക് തരാൻ, രോഗമില്ലാത്ത ശരീരം, യൂത്ത്ഫുൾനെസ്, പ്രായമാകാത്ത ശരീരം നിങ്ങൾക്ക് തരുവാൻ, മറ്റൊരു ഭാഷയിൽ ജനറ്റിക് മ്യൂട്ടേഷൻ നൽകുവാൻ, ജനറ്റിക് മ്യൂട്ടേഷനിൽ കൂടെ രോഗങ്ങളെ പുറത്താക്കുവാൻ, ബലഹീന ശരീരങ്ങൾ ഇല്ലാത്തതുപോലെ ഏജിങ് സ്ലോ ഡൗൺ ചെയ്യുന്നത് പോലെ ടെക്നോളജി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അതിനു വേണ്ടി നടക്കുന്ന സകല ക്രിയകളും ഇന്ന് നടക്കുന്നുണ്ട് എന്ന് ഒരുപക്ഷേ വായിക്കുവാൻ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മെറ്റീരിയലും കൂടി ഇട്ട് തന്നതേ ഉള്ളൂ. എങ്കിലും ചുരുക്കി പറയട്ടെ, ഒരു മുദ്ര വരും. There will be a mark of the beast. ആ മുദ്ര ഈ മൈക്രോ ചിപ്പ് ആയിരിക്കും. വായിക്കാം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യം. Revelation chapter number 13 and verse number 17. വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയും ആക്കുന്നു. ആർക്കും വാങ്ങിക്കുവാനും വിൽക്കുവാനും കഴിയാത്തതുപോലെ ഇതാ ആ മുദ്ര കയ്യിൽ ഏൽക്കാത്തവർക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്തതുപോലെ അവരെ കംപ്ലീറ്റ്ലി സമൂഹത്തിലെ ആ സിസ്റ്റത്തിൽ നിന്നും അവർക്ക് തെറ്റിയൊഴിയുവാൻ കഴിയാത്തതുപോലെ സകല സിസ്റ്റം ടൈറ്റനപ്പായി. വാങ്ങിക്കുവാനും വിൽക്കുവാനും കഴിയുകയില്ല, യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുമെങ്കിലും ചെയ്യണമെങ്കിൽ ഈ മുദ്ര നെറ്റിമേലും ഇല്ലെങ്കിൽ വലം കയ്യിൽ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇന്ന് തന്നെ ചിപ്പുകൾ ലോകത്തിൽ പലയിടത്തുമുണ്ട്. യെസ്, പല രാജ്യങ്ങളിലും ചിപ്പുകൾ. ഇന്ന് നമ്മൾ മൊബൈൽ ഫോൺസ് മാറുന്നത് പോലെ ചിപ്പുകൾ മാറുന്നത് സ്വീഡനിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുക. അപ്ഗ്രേഡ് യുവർ ചിപ്പ്. നിങ്ങളുടെ ചിപ്പുകൾ അപ്ഗ്രേഡ് ചെയ്യുക. ഇന്നുള്ള ചിപ്പിനേക്കാൾ അല്പം കൂടെ ഫെസിലിറ്റീസ് ഉള്ള, അധികം കൂടെ ഫെസിലിറ്റീസ് ഉള്ള ചില ചിപ്പുകൾക്കകത്ത് ലൈറ്റ് കത്തും. തൊക്കിനടിയിലുള്ള ചിപ്പുകളിൽ ലൈറ്റ് കത്തുന്ന ചിപ്പുകൾ വരെയുണ്ട്. വ്യത്യസ്ത ചിപ്പുകൾ സ്വീഡനിൽ എന്ന് ഓൾറെഡി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മൃഗത്തിൻ്റെ മുദ്രയാണെന്നോ എനിക്കത് തോന്നുന്നില്ല. കാര്യം അതിൻ്റെ അകത്ത് ജനറ്റിക് മ്യൂട്ടേഷൻ നടക്കുന്നില്ല. എങ്കിലും ഈ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവർക്ക് അവരെ നെഫ്ലീം ഹൈബ്രിഡ് ആക്കുന്നത് പോലെ ജനറ്റിക് മ്യൂട്ടേഷൻ കൊണ്ടുവന്ന് അവരുടെ ആത്മീയ ജീവിതത്തെയും വിശ്വാസത്തെയും ഇല്ലാതാക്കുവാൻ ശക്തിയുള്ള മ്യൂട്ടേഷൻസ് നടത്തുവാൻ കഴിയുന്ന ചിപ്പ് ഇംപ്ലാന്റേഷൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വീക്ഷിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടർന്ന് വീണ്ടും ചിന്തിക്കാൻ ആഗ്രഹിക്കുക ഇതേ കാര്യങ്ങൾ കുറച്ചും കൂടെ ഡെപ്തിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുകയും വരുവാനുള്ള വലിയ ഒരു ഉണർവിന് വേണ്ടി നമ്മളെ ഒരുക്കുവാൻ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കുവാൻ, നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടവരായി മാനപാത്രങ്ങളായി നമ്മൾ മാറിയാൽ വരുന്ന വലിയ ഉണർവിൽ ഏത് വ്യത്യാസവും കൂടാതെ ദർശനങ്ങളെ കാണുവാൻ, സ്വപ്നങ്ങളെ കാണുവാൻ, അന്യഭാഷകളിൽ സംസാരിക്കുവാൻ, പ്രവചനങ്ങൾ പറയുവാൻ, പ്രായത്തിൻ്റെ പരിമിതികളില്ലാതെ, വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളില്ലാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായി ഏൽപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, നമ്മളെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയ ഉണർവുണ്ട്. അതിനായി കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. വേഗത്തിൽ വരുന്ന കർത്താവിൻ്റെ ആ വരവിനായി നമ്മളെ ഒരുക്കട്ടെ. ഉണർവിനായി കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. വരുന്ന ആഴ്ചയിൽ ഉണർവിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.